ഉണരു നീ വചനമേ, ഉണരു നീ നാദമായി, ഉണരു നീ വചനമേ, ഉണരു നീ ജീവനായി, ഉണരു നീ. ഈശോയുടെ വലിയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജപമാല അർപ്പിച്ചു, പാട്ടുപാടി ഈശോയെ സ്തുതിച്ചു. എന്നാലും നമുക്ക് അല്പസമയം കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വലിയൊരു സാന്നിധ്യം നമുക്ക് ചോദിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം, പുത്രനായ ദൈവത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം, ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ചോദിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന എൻ്റെ അപ്പൻ, എൻ്റെ ദൈവം, ആ വലിയ കൃപ നമുക്ക് ചോദിക്കാം. പുത്രനായ ഈശോയുടെ സാന്നിധ്യം നമുക്ക് ചോദിക്കാം. പുത്രനായ ഈശോ നിരന്തരം നമ്മെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് ചോദിക്കാം. പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപ നമുക്ക് ചോദിക്കാം. പിതാവാം ദൈവത്തിന് ആരാധന, പിതാവാം ദൈവത്തിന് ആരാധന. ചേർന്ന് പാടാം, ചേർന്ന് പാടാം. പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന, ദൈവത്തിന് ആരാധന. കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് പിതാവാ ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന, ദൈവത്തിന് ആരാധന. കരങ്ങൾ രണ്ട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ചേർന്ന് പാടാം. പുത്രനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ ആരാധിക്കുന്നു. പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പുത്രനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ ആരാധിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എത്രമാത്രം ശക്തിയും ശബ്ദവും ഈശോ നൽകിയിട്ടുണ്ടോ അത്രയും സ്വരമുയർത്തി നമുക്ക് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ എന്ന് പറയുമ്പോൾ അമ്മ ഈശോയുമായിട്ടാണ് അടുക്കൽ വരുന്നത്. ഈശോയുടെ വലിയ സാന്നിധ്യം നമുക്കുണ്ട്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്കുണ്ട്. ആ വലിയ കൃപയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, വിശുദ്ധ യോസേപ്പ് പിതാവേ, വിശുദ്ധ അമ്മ ത്രേസ്യായേ, വിശുദ്ധ കൊച്ചു ത്രേസ്യായേ, വിശുദ്ധ ചാവറ പിതാവേ, വിശുദ്ധ അൽഫോൻസാമേ, വിശുദ്ധ യോപ്രാസ്യാമേ, വിശുദ്ധ മദർ തെരേസായേ, വിശുദ്ധ മറിയം ത്രേസ്യായേ, നമ്മുടെ ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധന്മാരെ, വിശുദ്ധകളെയും, സകല വിശുദ്ധന്മാരെയും, സകല വിശുദ്ധന്മാരെയും, സകല രക്തസാക്ഷികളെയും, സകല അപ്പസ്തോല ഗണമേയും, സകല വാഴ്ത്തപ്പെട്ടവരെയും, സകല സ്വർഗീയ സൈന്യങ്ങളെയും ഈശോയുടെ നേരെ കരം നീട്ടി നല്ലൊരു സ്തുതി കൊടുത്ത് ഈശോയ്ക്ക് കൊള്ളാം. നിങ്ങൾ നല്ലവരാ. എന്നാലും ഒന്നുകൂടി ഒന്ന് ആഞ്ഞു പിടിച്ച് ഹൃദയത്തിൽ സ്നേഹിച്ച് ഈശോയ്ക്കൊരു സ്തുതി കൊടുക്കാമോ? നല്ല അനുസരണമുള്ള ആൾക്കാർ. പരസ്പരം ഒരു സ്തുതി കൊടുത്ത്, പരസ്പരം ഒന്ന് സ്തുതി കൊടുത്ത്. നിങ്ങൾക്ക് സുഖമാണോ? സുഖമാണോ? ഇല്ലേ? സന്തോഷമുണ്ടോ?
സമാധാനം, സംതൃപ്തി, ആനന്ദം എല്ലാം ഉണ്ട്. ഇരിക്കും. സുഖമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, സംതൃപ്തിയുണ്ട്. നിങ്ങൾക്കെല്ലാം ഉണ്ട്. അത് നല്ല കാര്യം. നല്ലപോലെ കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചൂടിനെ തണുപ്പാക്കാൻ പോവുക. കുഴപ്പമില്ലല്ലോ. ഈ വചനഹോളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നുണ്ടോ? അതിന് നമ്മൾ AC റൂമാക്കാൻ പോവുക. ഒരൊറ്റ കാര്യമേ ചെയ്താൽ മതി. അതായത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം: ഉഷ്ണമേ തണുപ്പേ കർത്താവിനെ സ്തുതിപ്പിൻ. ഒന്ന് പറഞ്ഞേ, വലതുകരം ഉയർത്തി പറഞ്ഞേ, ഉഷ്ണമേ തണുപ്പേ കർത്താവിനെ സ്തുതിപ്പിൻ. ഇനി അത് ആവർത്തിച്ച് പറഞ്ഞ് AC റൂമാവും. പറഞ്ഞു, ഉഷ്ണമേ തണുപ്പേ കർത്താവിനെ സ്തുതിപ്പിൻ. പോരാ, ശക്തിയോടെ, അല്പം കൂടെ തീക്ഷ്ണതയോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ചൂട് വരുമ്പോഴൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കണം? കഴിഞ്ഞ ആഴ്ച ഇന്നലെ വരെ ഇവിടെ ധ്യാനമായിരുന്നു. അപ്പോൾ ധ്യാനക്കാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉഷ്ണമേ തണുപ്പേ കർത്താവിനെ സ്തുതിപ്പിൻ ഇങ്ങനെ നിരന്തരം പറഞ്ഞാൽ എന്തായിട്ട് മാറും? തണുപ്പ് വരും. ചൂട് മാറി തണുപ്പ് വരും. ഇനി തണുപ്പ് കാലത്ത് ചൂട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് തന്നെ പറഞ്ഞാൽ മതി: ഉഷ്ണമേ തണുപ്പേ കർത്താവിനെ സ്തുതിപ്പിൻ. ഇത് പറയുമ്പോൾ ചൂട് എന്തായിട്ട് മാറും? തണുപ്പായിട്ട് മാറും. തണുപ്പ് ചൂടായിട്ട് മാറും. അപ്പോൾ ഒരു പ്രാർത്ഥന പഠിച്ചില്ലേ? അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണ്, സമാധാനമാണ് എന്നറിഞ്ഞതിൽ ഒത്തിരി ആനന്ദമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനം. നമ്മൾ ഇന്ന് ആ ഒരു വചനം അടിസ്ഥാനമാക്കിയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 11-ാം വാക്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ പല പ്രാവശ്യം അത് കേട്ടിട്ടുള്ളത്. എന്താണത്? തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ, അതിന് നല്ല തീക്ഷ്ണതയോടെ ഒന്ന് പറഞ്ഞേ, ജ്വലിക്കുന്നവരായി. ഒരിക്കൽ കൂടി വലതുകരം ഉയർത്തി. കർത്താവിനെ സ്തുതിക്കുക. ഇതിൽ 4 കാര്യമുണ്ട്. എന്താണ്? വേണ്ടാത്തതുമുണ്ട്, വേണ്ടതുമുണ്ട്, അല്ലേ? അനുകരിക്കാത്തതുമുണ്ട്, അനുകരിക്കേണ്ടതുമുണ്ട്, സ്വീകരിക്കേണ്ടതുമുണ്ട്, സ്വീകരിക്കാത്തതുമുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. തീക്ഷ്ണത വേണോ? ഏത് കാര്യത്തിൽ തീക്ഷ്ണത വേണം? ഏത് കാര്യത്തിൽ തീക്ഷ്ണത വേണം? നല്ല ചുറുചുറുക്കോടെ ഏത് കാര്യത്തിൽ തീക്ഷ്ണത വേണം? പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ, വചനം വായിക്കുന്ന കാര്യത്തിൽ, നന്മ ചെയ്യുന്ന കാര്യത്തിൽ, ജീവകാരുണ്യ പ്രവൃത്തി ചെയ്യുന്ന കാര്യത്തിൽ, ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ വേണോ? വേണ്ടേ? വേണം. അല്ല പിന്നെ ഇങ്ങനെ ഇരിക്കുമോ? അല്ലേ? എല്ലാ കാര്യത്തിലും തീക്ഷ്ണത വേണം, തീക്ഷ്ണത വേണം. മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ, ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ, ദൈവത്തിന് നന്ദി പറയുന്നതിൽ, ദൈവത്തെ ആരാധിക്കുന്നതിൽ, ദൈവത്തെ സ്നേഹിക്കുന്നതിൽ, ദൈവത്തെ സ്തുതിക്കുന്നതിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ വേണോ? എന്ത് വേണം? തീക്ഷ്ണത വേണം, തീക്ഷ്ണത വേണം. അപ്പോൾ അത് ഇപ്പം തന്നെ മാംസം ധരിക്കാൻ അതങ്ങ് സ്വീകരിച്ചുകൊണ്ട് ഒന്ന് ഈശോയെ എന്ന് വിളിച്ച്, ഞാൻ വിളിക്കാനേ പറഞ്ഞോളൂ, നിർത്താൻ പറഞ്ഞില്ല. വിളിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമുക്കിപ്പോൾ എന്ത് കിട്ടി? തീക്ഷ്ണത കിട്ടി. എല്ലാ കാര്യത്തിലും തീക്ഷ്ണത കിട്ടിയോ? ഇനി അത് കളയരുത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? മന്ദത, അല്ലേ? മന്ദത വേണോ? എന്നാൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് ഏതാ? മന്ദതയെ ദൂരെ എറിയണം. വേണ്ടേ? അതിനും നമ്മൾ എന്ത് ചെയ്യണം? എനിക്ക് മന്ദത വേണ്ട. ഏത് കാര്യത്തിൽ? പ്രാർത്ഥനയുടെ കാര്യത്തിൽ മന്ദത വേണ്ട. മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ മന്ദത വേണ്ട. ഒരു കാര്യത്തിലും മന്ദത വേണ്ട. വേണോ? ഭക്ഷണ കാര്യത്തിൽ പോലും മന്ദത വേണ്ട. പിന്നെ ആരോഗ്യമില്ലെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് മന്ദത വേണ്ട. മന്ദതയോട് നമ്മൾ എന്ത് പറയണം? നോ പറയണം, നോ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്തത് എന്താ വേണ്ടത്? ആത്മാവിൽ ജ്വലിക്കണം. ആത്മാവിൽ, ഈ ആത്മാവാരാ? പരിശുദ്ധാത്മാവ് ജ്വലിക്കണം. ഈ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ടോ? എപ്പോൾ കിട്ടി? എവിടെ വെച്ച് കിട്ടി? ആര് തന്നു? മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചു. ഇന്ന് അത് നമ്മുടെ ഉള്ളിൽ കത്തി ജ്വലിക്കുവാണോ? ആളി കത്തുവാണോ? ഇന്ന മിന്നി കത്തുവാണോ? ഇപ്പോൾ എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് മിന്നി കത്തുവാണോ? ആളി കത്തുവാണോ? അതോ ഇങ്ങനെ ജ്വലിക്കുവാണോ?
ആർക്കാ കൺഫ്യൂഷനായി അല്ലേ? ഈ പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ കുറച്ച് പേരിരിപ്പുണ്ട്. അവർ അടുപ്പിൽ ഒരു കലം വെള്ളം വെച്ച് അതിനകത്ത് അരിയിട്ട് അടുപ്പ് നിറയെ വിറകും വെച്ചിട്ട് ഇന്നത്തെ മോഡേൺ അമ്മച്ചിമാരെ പോലെ അടുക്കളയിൽ നിൽക്കുമോ? അടുപ്പിനടുത്ത് നിൽക്കുമോ? അമ്മച്ചിമാരെന്ത് ചെയ്യും? പിന്നെ പുറത്തിറങ്ങി ചൂലൊക്കെ എടുത്ത് അകം നല്ലപോലെ അടിക്കും. അന്ന് എല്ലാ വീടുകളുടെ അടുത്ത് പശുവുണ്ട്, തൊഴുത്തൊക്കെ വൃത്തിയാക്കും, പുല്ല് പറിക്കും. പിന്നെ ഇന്നത്തെ പോലെ പൈപ്പ് തിരിക്കാൻ പൈപ്പൊന്നുമില്ല, കിണർ ദൂരെയായിരിക്കും, പോയി വെള്ളം കോരിയെടുക്കണം. പിന്നെ വീട്ടിലിരിക്കുന്ന പാത്രങ്ങളെല്ലാം പുറത്തിറക്കും. ഞാൻ വീട്ടിൽ കണ്ടിരിക്കുന്നതാണ്. പാത്രങ്ങളെല്ലാം പുറത്തിറക്കും, എല്ലാം നല്ലപോലെ ചാരമൊക്കെ ഇട്ട്, സോപ്പിൻ്റെ ലായനിയൊന്നുമല്ല, ചാരമൊക്കെ ഇട്ട് അമ്മച്ച് നല്ലതുപോലെ തേച്ച് കഴുകും. ശരിയല്ലേ? എന്നിട്ട് എല്ലാ പണി പുല്ലൊക്കെ പറിക്കും. എല്ലാ പണിയും കഴിഞ്ഞ് 2 മണിക്കൂർ കഴിയുമ്പോൾ അടുക്കളയിൽ കയറും. അടുക്കളയിൽ കയറിയിട്ട് അമ്മച്ചിമാർ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി എന്താ? ആ അടുപ്പിനടുത്തേക്ക് വന്നിട്ട് ഒരൊറ്റ പരിപാടി ചെയ്യുക. എന്താ? എന്ന് പറഞ്ഞ ഒറ്റ ഊത്ത. അതെന്തിനാ? മൊത്തത്തിലാണോ ഊതുന്നത്? എങ്ങോട്ടാണ് ഊതുന്നത്? അടുക്കളയിൽ അടുപ്പിനാണ് ഊതുന്നത്. എന്തിനാ അങ്ങനെ അടുപ്പിൽ ഊതുന്നത്? അത് വിറക് വെച്ചതുകൊണ്ട് കത്തി 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 പുറകോട്ട് പോയി. ഇനി അടുപ്പിനകത്ത് എന്തുണ്ട്? ചാരമുണ്ട്. അവർ ഒറ്റ ഊത്തിൽ എന്ത് സംഭവിക്കും? ചാരം പോവും. ചാരം പോയി കഴിയുമ്പോൾ എന്ത് കാണാനായിട്ട് അടുപ്പിനകത്ത് എന്തുണ്ട്? കനൽ. ഏത് കനൽ? ആ തീക്കനലുണ്ട്. ഈ തീക്കനൽ കണ്ടു കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യും? അടുപ്പിൽ കിടന്നത് അരി വെന്തോ എന്ന് നോക്കും. ഇല്ലെങ്കിൽ അതെല്ലാം കൂടെ തള്ളി വെച്ചിട്ട് ഒന്നുകൂടി ഊതും. എന്നിട്ട് പിന്നെയും പോയി അത്രയും സമയം പോകാൻ നേരമില്ല, പെട്ടെന്ന് വന്ന് അത് നമ്മൾ വാർക്കുന്നത് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് നമ്മൾ ഈ ലോകവുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ, ഈ ലോകത്തിൻ്റേതായ വ്യഗ്രതകളിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ചില ചാരം കടന്നു വരും. അത് ഏത് ചാരമാണ്? പാപത്തിൻ്റെ ചാരങ്ങൾ, തിന്മയുടെ ചാരങ്ങൾ, അല്ലേ? അസ്വസ്ഥതയുടെ ചാരങ്ങൾ. അതൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് തീഷ്ണത കുറയും. അത് നമ്മൾ എന്ത് ചെയ്യണം? തീഷ്ണത കുറയാതെ ആത്മാവിൽ ജ്വലിക്കണം. ആത്മാവിൽ ജ്വലിക്കണമെങ്കിൽ നമ്മൾ ഊതിക്കൊണ്ടിരിക്കണം. വചനമായി ചൂതണം. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഊതണം. വേണോ? അതുപോലെ വിശുദ്ധ കുമ്പസാരം നടത്തി നമ്മൾ ഈ ആത്മാവിൽ ജ്വലിച്ചുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും എനിക്ക് നല്ല നിർബന്ധ ബുദ്ധി ഉണ്ടായിരിക്കണം. എൻ്റെ ആത്മാവ് എപ്പോഴും ഇങ്ങനെ ജ്വലിച്ച് മിന്നി കത്താതെ ജ്വലിച്ച് ജ്വാലയായി കത്താൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. ആർ യു റെഡി? അതിന് തയ്യാറാണോ? അങ്ങനെ ആളി കത്തുമ്പോഴാണ് ആത്മാവിലും ശരീരത്തിലും മനസ്സിലും നമുക്ക് ദൈവശക്തി നൽകുന്നത്. അപ്പോഴാണ് തീഷ്ണതയോടെ ശുശ്രൂഷകർക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നൽകുന്നത്. അതിന് നമുക്ക് തീഷ്ണതയോടെ ഉച്ചത്തിലൊന്ന് വിളിച്ച് പരിശുദ്ധാത്മാവേ വിളിച്ച് പ്രാർത്ഥിച്ചേ. വിളിക്കട്ടെ. പവർ ശക്തിയോടെ അഭിഷേകത്തോടെ വിളിക്കട്ടെ. വലിയൊരു കൃപ ഇപ്പോൾ തന്നെ ഈ സമൂഹത്തിലേക്ക് ആവരിക്കട്ടെ. ആത്മാവിൻ്റെ ഉണർവ് ലഭിക്കട്ടെ. പരിശുദ്ധ ആത്മാവ് നിറയട്ടെ. എല്ലാ ബന്ധനങ്ങൾ അഴിയട്ടെ. തീഷ്ണത ലഭിക്കട്ടെ. മന്ദത വിട്ടുമാറട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും വലിയൊരു അഭിഷേകത്തിൻ്റെ കൃപ ലഭിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ. അപ്പോൾ ഇത് ഏത് പ്രായത്തിലാണ് നമ്മൾ ഈ തീഷ്ണത വേണ്ടത്? അമ്മയുടെ ഉദരത്തിലൊരു കുഞ്ഞ് കിടക്കുമ്പോൾ തുടങ്ങി മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും ഈ തീഷ്ണത വേണം. ഈ മരണക്കിടക്കയിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞു സ്വർഗത്തിൽ ചെന്നാലും ഈ തീഷ്ണതയുണ്ടോ? ഇല്ലേ? ഉണ്ട്. അതെപ്പോൾ ആർക്കാണ് കിട്ടുന്നത്? വിശുദ്ധരായി ജീവിക്കുന്നവർക്ക്. അതുകൊണ്ട് തീഷ്ണതയ്ക്ക് ഒരു ഇൻ്റർവെലുണ്ടോ? ആത്മാവിൽ ജ്വലിക്കുന്നതിന് ഒരു ഇടവേളയുണ്ടോ? ഇല്ല. ഇൻ്റർവെലും ഇല്ല, ഇടവേളയും ഇല്ല. തീഷ്ണതയുടെ കാര്യത്തിലും പിന്നെ ഏത് കാര്യത്തിൽ? ആത്മാവിൽ ജ്വലിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ ഒരു ഇടവേളയില്ല. ഇതിങ്ങനെ തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകണം. ഇനി അടുത്തത് എന്താണ്? അടുത്ത കാര്യം ആത്മാവിൽ ജ്വലിച്ച് എന്ത് ചെയ്യണം? അത് എന്തിനു വേണ്ടിയാണ് തീഷ്ണത? എന്തിനു വേണ്ടിയാണ് ആത്മാവിൽ ജ്വലിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? കർത്താവിനെ ശുശ്രൂഷിക്കാൻ. അതാണ് അതിൻ്റെ ഉത്തരം. കർത്താവിനെ ശുശ്രൂഷിക്കാൻ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മളിവിടെ ഒരു വലിയൊരു മഹാവിരുന്ന് ഈ ജൂൺ 13 വരുന്നുണ്ട്. എന്താ മഹാവിരുന്ന്? ബഹുമാനപ്പെട്ട സിയോർക്കാൻ മെട്രാലിച്ചൻ്റെ നേതൃത്വത്തിൽ ഒരു അഭിഷേകശക്തി കൺവെൻഷൻ വരുന്നുണ്ട്. ആ മഹാവിരുന്നിന് ആരെയാണ് നമ്മൾ ശുശ്രൂഷിക്കേണ്ടത്? കർത്താവിനെ ശുശ്രൂഷിക്കാൻ അനേകം മക്കളെ തീഷ്ണതയോടെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ആദ്യം ആർക്ക് ഈ തീഷ്ണത വേണം? ആർക്ക് തീഷ്ണത വേണം? എനിക്ക്. നമ്മൾക്കെന്ന് പറഞ്ഞാൽ പോലെ, ശുശ്രൂഷകർക്കെന്ന് പറഞ്ഞ പോലെ എനിക്ക് ഈ തീഷ്ണത വേണ്ടേ? എനിക്ക് ഈ തീഷ്ണത ഉണ്ടെങ്കിൽ അനേകരെ ജ്വലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞ് കൊച്ചുകുട്ടിയാണ് സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ കുട്ടികൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ഇപ്പോൾ പറഞ്ഞു തന്നല്ലേ. ഇത് മറന്നു പോവുമോ? ഇല്ല. അപ്പം നമ്മൾ തീക്ഷ്ണത വേണം, ആത്മാവിൽ ജ്വലിക്കണം. അതിൻ്റെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, എന്തു ചെയ്യണം? കർത്താവിനെ ശുശ്രൂഷിക്കാൻ. ഇതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അങ്ങനെ ശുശ്രൂഷിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ ഈ പറഞ്ഞ വചനം എൻ്റെ ഉള്ളിൽ മാംസം ധരിക്കണം. അങ്ങനെ മാംസം ധരിച്ചാലേ അതിന് ശക്തി കിട്ടുകയുള്ളൂ, നമുക്ക് ഇറങ്ങി പുറപ്പെടാൻ പറ്റുകയുള്ളൂ. നമ്മിലുള്ള ഒരു ബലഹീനതയാണ് മന്ദത, അത് ദൂരെ പോവുകയുള്ളൂ. അതിന് കരമുയർത്താം, സ്വരമുയർത്തി വിളിക്കാം, ഈശോയേന്ന് വിളിച്ചോളുക. വിളിക്കട്ടെ വിളിക്കട്ടെ വിളിക്കട്ടെ. പോരാ പോരാ, ശക്തിയോടെ വിളിച്ച്, അഭിഷേകത്തോടെ വിളിച്ച്, സ്വരമുയർത്തി വിളിച്ച്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ല നല്ല കര ഉയർത്തിയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ്, കര ഉയർത്തിയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയുക. ഹല്ലേലൂയ. അതിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആത്മാവിൽ തീക്ഷ്ണതയിൽ കൂടെ ആത്മാവിൽ ജ്വലിച്ച് കർത്താവിനെ ശുശ്രൂഷിക്കണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 6 തലങ്ങളിലൂടെയാണ് നമ്മൾ നടന്നു നീങ്ങുന്നത്. എല്ലാ വ്യക്തിയും 6 തലങ്ങളിലൂടെ. അത് ഈശോ നമുക്ക് നൽകുന്ന ഒരു കൃപയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റെ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ വെച്ചാണ്. ഞാൻ അമ്മയുടെ ഉദരത്തിൽ ജന്മം കൊള്ളുന്ന ആ സമയത്ത് തന്നെ ഞാനെന്ന വ്യക്തി ഒരു സമർപ്പിതയാണോ, ഒരു കുടുംബജീവിതക്കാരനാണോ, അതൊരു കുടുംബജീവിതക്കാരിയാണോ, അതൊരു വൈദികനാണോ, ഒരു പുരോഹിതനാണോ എന്ന് ദൈവം അവിടെ വെച്ച് തീരുമാനിക്കും. അപ്പോൾ എൻ്റെ വിളി ഈ തെരഞ്ഞെടുപ്പിൽ ദൈവം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. അത് രണ്ടാമത്തെ സ്റ്റെപ്പ്. അത് ഞാൻ കുറച്ച് വളർന്ന് ഒരു പഠിത്തമൊക്കെ കഴിഞ്ഞ ഒരു നിലയിലെത്തി ഒരു 10-20 വയസ്സൊക്കെ ആകുമ്പോൾ ആ വിളി നമുക്ക് വ്യക്തമായിട്ട് ഈശോ തരികയാണ്. അപ്പോൾ ഞാൻ യേസ് പറഞ്ഞു, ആ ഉത്തരം കൊടുത്തു. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ദൈവം എന്നെ വിളിച്ച വിളിക്ക് ഞാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചു ദൗത്യങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇവിടെ കുടുംബജീവിതക്കാരാണ് കൂടുതലും. കുടുംബജീവിതക്കാർക്ക് കർത്താവ് ഉദരത്തിൽ വെച്ചൊരു വിളി തരും. അമ്മയുടെ ഉദരത്തിൽ വെച്ചതിന് ഒരു തെരഞ്ഞെടുപ്പ് നൽകി. ആ കുട്ടി വളർന്ന് ഈ ലോകത്തിലേക്ക് ജനിച്ച് ബാല്യകാലത്തിൽ തന്നെ ആ വ്യക്തിയുടെ പ്രവൃത്തികളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇവനെ ഒരു കുടുംബജീവിതത്തിലേക്കാണ് വിളിച്ചത്. ഉദാഹരണത്തിന് കഴിഞ്ഞ 2 മാസം മുൻപ് 3 കുട്ടികൾ ഒരുമിച്ചിവിടെ വന്നു. ഒരുമിച്ച് വന്നപ്പോൾ ഞാൻ ആ കുട്ടിയുടെ ചേട്ടനും അനുജനുമാണ്, 2-3 സഹോദരങ്ങളാണ്. അപ്പം ഞാൻ ചോദിച്ചു, മോനെ നീ ഒരു വൈദികനാകും? അത് ഞാൻ വൈദികനാകുന്നില്ല. എന്നെ രണ്ടാമത്തോനോട് പറഞ്ഞു, ഞാൻ അടിപൊളി ഭക്ഷണം കഴിച്ച് നല്ല സൂപ്പറായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബജീവിതക്കാരനാണെന്ന് പറഞ്ഞു. വയസ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ 3 വയസ്സേ ഉള്ളൂ. അടിപൊളി ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഒരു കുടുംബജീവിതം. കാരണം അവൻ്റെ വിളി ഏതാ? എൻ്റെ ചെറുപ്പത്തിൽ അവന് മനസ്സിലായി എൻ്റെ വിളി ഏതാ? കുടുംബജീവിതം. അപ്പം ഇവൻ തന്നെ എന്നോട് പറയാണ്, അത് തന്നെ വൈദികൻ ഒരാളുണ്ട്, അത് നീക്കുന്ന ചേട്ടനാണ്, അവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. കാരണം അവൻ പറഞ്ഞിട്ടുണ്ട്, അവനറിയാം. ഇനി ഇവൻ്റെ വിളി അറിയത്തില്ല, അവന് ഊപ്പയാന്ന്, കാരണം കൊച്ചാന്ന്. മൂന്നാമത്തതിൻ്റെ കാര്യം, കാരണം കുട്ടികൾ തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഇത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഈ വിളി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് വിളി സ്വീകരിച്ച് അതിന് ഉത്തരം കൊടുത്തവരാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ വിളിച്ചിട്ട് കുടുംബജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു വിവാഹത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവം നമ്മളെ കുറേ ദൗത്യം ഏൽപ്പിക്കും, ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കും. അത് 4ാമത്തെ സ്റ്റെപ്പാണ്. 5ാമത്തെ സ്റ്റെപ്പാണ് ഈ ഉത്തരവാദിത്വത്തിനനുസരിച്ച്, ദൗത്യത്തിനനുസരിച്ച് ദൈവം എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദൈവം എന്നെ വെറുതെ വിടിയല്ലോ. കുടുംബജീവിതത്തിൽ പ്രവേശിച്ചാലും സമർപ്പണ ജീവിതത്തിൽ പ്രവേശിച്ചാലും അതുപോലെ തന്നെ ഒരു വൈദിക ജീവിതത്തിലേക്ക് പോയാലും ദൈവത്തിൻ്റെ ശക്തിപ്പെടുത്തൽ എപ്പോഴും ഉണ്ടായിരിക്കും. അത് നമ്മൾ പഴയ നിയമ ഉൽപ്പത്തി തുടങ്ങി വെളിപാട് വരെ വായിക്കുമ്പോൾ പ്രവാചകന്മാരിലെ രാജാക്കന്മാരിലൂടെ, ന്യായാധിപന്മാരിലൂടെ, അപ്പസ്തോലന്മാരിലൂടെയൊക്കെ ദൈവം കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവരെ ശക്തിപ്പെടുത്തുന്നത്, അതേ ശക്തിപ്പെടുത്തൽ, അതേ ദൈവത്തിൻ്റെ ഇടപെടൽ ഇവിടെ ഇരിക്കുന്ന എന്നിലും നമ്മൾ ഓരോരുത്തരിലും ദൈവം നടത്തുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ അയച്ചുകൊണ്ടിരിക്കും. ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാൻ നമ്മളെ അനുവദിക്കില്ല. ഈശോയുടെ വചനം കൊടുക്കാൻ വിവിധ സ്ഥലത്തേക്ക് ദൈവം നമ്മളെ അയച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മളെ ഏതെല്ലാം സ്ഥലത്തായിരുന്ന വ്യക്തികളെയാണ് ഇന്ന് ദൈവം ഈ ഭവനത്തിലേക്ക് അയച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ദേശത്താകാൻ നമ്മളെ ദൈവം അനുവദിച്ചത്. അതിൻ്റെ കാരണം എന്താണ്? എൻ്റെ തെരഞ്ഞെടുപ്പ്
അത് ഈശോ നടത്തി. ആ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഈശോ ഒരു വിളി നൽകി. ആ വിളിയിൽ ഞാൻ ഉത്തരം കൊടുത്തു. ആ ഉത്തരം കൊടുത്തതിൽ കർത്താവ് എന്നെ ദൗത്യമേൽപ്പിച്ചു. ആ ദൗത്യത്തിൽ ഈശോ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ ശക്തിപ്പെടുത്തലിലൂടെ കർത്താവ് എന്നെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ ദൈവം ഈശോ എന്നെ അയച്ചുകൊണ്ടിരിക്കുന്നത്? എന്നെ ഒരു ശുശ്രൂഷകനായിട്ട് ഈശോയുടെ ആത്മാക്കളെ നേടാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാൻ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളും അവസരങ്ങളും കർത്താവ് എനിക്ക് എണ്ണി എണ്ണി നൽകിക്കൊണ്ട് ഈശോനോട് പറയാണ്, മോനെ നീ ഇന്ന വഴി പോ, ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്, ഇങ്ങനെ ഒരു കൺവെൻഷൻ വരുന്നുണ്ട്, നിനക്ക് ഇഷ്ടം പോലെ സാധ്യതകളുണ്ട്, അവസരമുണ്ട്, നിനക്ക് നിൻ്റെ എനിക്ക് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, അല്ലാതെ ആത്മാക്കളെ രക്ഷപ്പെടുത്താൻ നിനക്കൊരു വേദി ഞാൻ ഒരുക്കി തരുന്നു, നിനക്ക് ഞാൻ ശക്തി തന്നേക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നമ്മുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വമാണ് ഞാൻ ഏത് മേഖലയിൽ ഞാൻ ആത്മാക്കളെ കണ്ടെത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെല്ലാം തരത്തിൽ, ഏതെല്ലാം തലത്തിൽ, ഏതെല്ലാം മാർഗത്തിലൂടെ, ഏതെല്ലാം രീതിയിലൂടെയാണ് ഞാൻ ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടേണ്ടത്? എനിക്ക് രോഗമോ അനാരോഗ്യമോ ആരോഗ്യമോ എന്തുണ്ടെങ്കിലും, സാഹചര്യം അനുകൂലമോ പ്രതികൂലമോ ഇതൊന്നും നമ്മൾ നോക്കണ്ട. ഏതെല്ലാം സാഹചര്യത്തിൽ എനിക്ക് അനേക ആത്മാക്കളെ ഇനി അടുത്ത് വരുന്ന കൺവെൻഷനിലൂടെ ഇപ്പോൾ തന്നെ നമുക്ക് പരിശ്രമിക്കാം. ഇപ്പോൾ തന്നെ വല വീശണം. അന്ന് നമ്മൾ വല വീശാനിരുന്നാൽ പോരാ. ഇപ്പോൾ തന്നെ വലയ്ക്ക്, നമ്മുടെ തന്നെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ ജീവിതമാകുന്ന വലയ്ക്ക് ആത്മാക്കളെ നേടാൻ കേടുണ്ടെങ്കിൽ ആ പാടുകൾ ഇപ്പോൾ തന്നെ നമ്മൾ നീക്കിയെടുത്ത് അതിനെ നമ്മൾ വിശുദ്ധീകരിച്ച് കുമ്പസാരിച്ചും വിശുദ്ധ കുർബാന സ്വീകരിച്ചും വചനം വായിച്ചും പ്രാർത്ഥിച്ചും നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചെടുക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ, ആഗ്രഹിക്കുന്നത് പോലെ എന്നിലൂടെ ആത്മാക്കളെ നേടാനുള്ള ദൗത്യം കർത്താവ് ഏറ്റെടുത്ത് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ ആത്മാവിൽ ജ്വലിച്ച് ഈശോയെ ശുശ്രൂഷിക്കുന്നവരായി കണ്ടെത്തിയാൽ മാത്രമേ ഈ ഒരു കൃപ ലഭിക്കുകയുള്ളൂ. അതിന് നമുക്ക് എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ തീക്ഷ്ണത നമുക്ക് വേണം. അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 11-ാം തിരുവചനത്തിലൂടെ ഇത്രയും സമയം നമ്മൾ കേട്ടത്. ഈ വചനം നമ്മൾ ഒരിക്കൽ കൂടി മാംസം ധരിക്കാൻ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കാൻ പോവുകയാണ്. അത് നമുക്ക് വലതുകരം ഉയർത്തി, സ്വരമുയർത്തി ഒരിക്കൽ കൂടി നമുക്ക് വിളിക്കാം. പരിശുദ്ധാത്മാവേ, വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ. പോരെ ശക്തിയോടെ സ്വരമുയർത്തി വിളിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അങ്ങനെ നമ്മൾ വിളി സ്വീകരിച്ച് കർത്താവിന് വേണ്ടി അധ്വാനിച്ച് ആത്മാക്കളെ നേടണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതായത് എങ്ങനെ എനിക്ക് തീക്ഷ്ണതയിൽ മുന്നേറാൻ പറ്റും. എങ്ങനെയാണ് സ്റ്റെപ്പായിട്ട് നിങ്ങളോട് പറയുന്നത്. എങ്ങനെ തീക്ഷ്ണതയിൽ മുന്നേറണമെങ്കിൽ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കണം. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാത്തൊരു വ്യക്തിക്ക് തീക്ഷ്ണതയിൽ മുന്നേറാൻ പറ്റത്തില്ല. ഒന്നാമത്തെ വ്യവസ്ഥ ഞാൻ ആരാണെന്നുള്ളതിന്, അതായത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വചനം പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം എൻ്റെ വിളി, എൻ്റെ തനത് സ്വഭാവം എന്താണെന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ട്. എൻ്റെ വ്യക്തിത്വം എന്താണ്, എൻ്റെ തനിമ എന്താണെന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വചനം പറയുകയാണ്. ആ വചനം നമുക്കൊന്ന് നോക്കാം, ഉച്ചത്തിൽ വായിക്കാം. നമ്മൾ ഉച്ചത്തിൽ വായിച്ചു, വചനം ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങി വരും. സ്വരമുയർത്തി വായിച്ചോളുക. ദൈവത്തിൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവനെ സൃഷ്ടിച്ചു. അപ്പോൾ നമ്മുടെ ഛായ ആരുടെ ഛായയാണ്? ദൈവത്തിൻ്റെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തിയോ, നീ വലതുകാല് വെച്ച് ഇവിടെ കയറിയപ്പോൾ തുടങ്ങിയ കുടുംബത്തിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ നിൻ്റെ സാന്നിധ്യം തന്നെ ഈ വീടിന് കൊള്ളത്തില്ല, അങ്ങനെ ആരല്ല ഏതെല്ലാം രീതിയിൽ എന്നെ തറ പറ്റിക്കാൻ തക്ക വിധത്തിൽ എന്നെക്കുറിച്ച് മോശമായി സംസാരിച്ചാലും താഴ്ത്തിക്കെട്ടി പറഞ്ഞാലും നമ്മൾ അത് കണ്ട് പേടിക്കരുത്, ഭയപ്പെടരുത്. ഇവിടെ വ്യക്തമായിട്ട് വചനം പറയുകയാണ്, എന്നെ എങ്ങനെ ദൈവം സൃഷ്ടിച്ചത്? ദൈവത്തിൻ്റെ ഛായയിൽ. ഇപ്പം ഒരു ജീവിത പങ്കാളി, ഭർത്താവ് ഭാര്യയോട് പറയുക, നിന്നെ എന്തിനു കൊള്ളാം, അല്ലെ ഭാര്യ ഭർത്താവിന് പറയുക, നിന്നെ എന്തിനു കൊള്ളാം, ഒരു കഴിവുമില്ല. പക്ഷെ നിങ്ങൾ അത് കേട്ട് മുഖം മാടരുത്, ഹൃദയം തളരരുത്, മനസ്സ് തളരരുത്. കാരണം എന്നെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് എന്താണ്? ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്, ദൈവത്തിന്. അപ്പോൾ എനിക്ക് അഭിമാനം വേണം. അഭിമാനം വേണ്ടേ? വേണം, അഭിമാനം വേണം. അതോടൊപ്പം തന്നെ ഞാൻ ആരാണെന്ന് പറയുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം
8-ാം അധ്യായം അതിൻ്റെ 14 തുടങ്ങി 16 വരെ വചനം പറയുകയാണ് ഞാൻ ആരാണെന്നുള്ളത്. ഞാൻ ആരാണെന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14-16 വചനം എന്താ പറയുന്നത് നമുക്ക് നോക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-16. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം. അപ്പം നമ്മൾ ആരാ? ദൈവത്തിൻ്റെ പുത്രന്മാർ. നമ്മളെ നയിക്കുന്നത് ആരാ? ദൈവാത്മാവ്. അങ്ങനെ തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിച്ച് കർത്താവിനെ സേവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആ ദൈവാത്മാവിൻ്റെ ശക്തി വേണം. ഇത് പരസ്പരം കണക്ട് ചെയ്ത് കിടക്കുന്നത് കണ്ടോ? അപ്പോൾ ദൈവാത്മാവിൻ്റെ ശക്തി നമുക്ക് വേണം. അടുത്തത് വായിച്ച്. അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ ആരുടെ ആത്മാവിനെ കൈക്കൊണ്ടിരിക്കുന്നത്? പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മൾ കൈക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈശോയുടെ ആത്മാവിനെ. പിതാവായ ദൈവം നമുക്കൊരു ഗിഫ്റ്റ് നൽകി. അതാരാ? പിതാവായ ദൈവം നമുക്ക് നൽകിയ ഗിഫ്റ്റ് ഏതാ? പുത്രനായ ഈശോ നമുക്ക് നൽകിയ ഗിഫ്റ്റ് ഏതാ? പരിശുദ്ധാത്മാവ്. അടുത്തത് വായിച്ചേ. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എൻ്റെ സ്വർഗത്തിലെ പിതാവിൻ്റെ മകനും മകളുമാണ് ഞാൻ. ഇപ്പം നമ്മൾ ആരാ? സ്വർഗീയ പിതാവിൻ്റെ മകളാണ്. ഈ ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിച്ച് കർത്താവിനെ ശുശ്രൂഷിക്കാൻ പറ്റുമോ? ഈ ഒരു ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് ശുശ്രൂഷകരുടെ ദൗത്യം ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. ഒരിക്കലും നമ്മൾ ശുശ്രൂഷകരുടെ ദൗത്യം ചെയ്യാൻ നമുക്ക് സാധിക്കാതെ വരും. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ ജ്വലിച്ച് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമാണെന്ന് ബോധ്യം വേണം. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണെന്ന് എനിക്ക് ബോധ്യം വേണം. ഇല്ലെങ്കിൽ നമുക്ക് ഈ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് അടിസ്ഥാന വചനമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരമുയർത്തി ഉറക്കെ സ്തുതിച്ച് ഈ ഒരു അഭിഷേകം നമ്മിൽ വന്ന് നിറയാൻ ആഗ്രഹിച്ച് ഉറക്കെ സ്തുതിച്ച് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി 1 കൊരിന്ത്യൻസ് 12:27 പറയുന്നുണ്ട് നമ്മൾ ആരാന്ന് പറയുന്നുണ്ട്. 1 കൊരിന്ത്യൻസ് 12:27 അവിടെ വചനം പറയുകയാണ്, മിശിഹായുടെ ശരീരത്തിലെ അംഗമാണ് നമ്മൾ. ഞാൻ ചുരുക്കി പറയുകയാണ്, മിശിഹായുടെ ശരീരത്തിലെ അംഗമാണ്. ഒന്ന് വായിച്ചേ നിങ്ങൾ. നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവമാണ്. അപ്പോൾ ഈശോയുടെ ശരീരത്തിലെ അവയവമാണ്. നമുക്ക് സംശയമുണ്ടോ? ഇല്ല. അപ്പം എന്നെ ഈശോയെ മാറ്റി നിർത്താൻ പറ്റുമോ? മാറ്റി നിർത്താൻ പറ്റത്തില്ല. അത്ര അഭേദ്യമായി ബന്ധപ്പെട്ടവരാണ് ഞാനും ഈശോയും തമ്മിൽ. ഇത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ല, ജീവിതത്തിലൊരു സഹനം, ഒരു രോഗം, ഒരു തകർച്ച, അല്ല മറ്റുള്ളവർ എന്നെക്കുറിച്ച് അത് പറഞ്ഞു ഇത് പറഞ്ഞു താഴ്ത്തിക്കെട്ടി പറഞ്ഞു, അതിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളിലേക്കല്ല നമ്മുടെ കണ്ണ് തിരിയേണ്ടത്, നമ്മുടെ ദൃഷ്ടി തിരിയേണ്ടത്, മനസ്സ് തിരിയേണ്ടത്, ആത്മാവ് തിരിയേണ്ടത്, നമ്മുടെ വികാരങ്ങൾ തിരിയേണ്ടത്. ഞാൻ നോക്കേണ്ടത് ഞാൻ ദൈവത്തിൻ്റെ മകളാണ്. ഞാൻ ഈശോയുടെ ശരീരത്തിലെ ഒരവയവമാണ്. എനിക്ക് വിലയുണ്ട്. ഈശോയുടെ അത്രയും വില എനിക്കുമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ അടിസ്ഥാന ബോധ്യം ഒരു വ്യക്തിക്ക് ഇല്ലെങ്കിൽ എനിക്കൊരിക്കലും ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. ശുശ്രൂഷ ചെയ്യുമ്പോൾ ത്യാഗമുണ്ട്, അവിടെ ഒരു എളിമപ്പെടുത്തലുണ്ട്, അവിടെ കഷ്ടപ്പാടുണ്ട്, അവിടെ സഹിക്കേണ്ടി വരും. മറ്റുള്ളവർ പറയുന്നത് ചിലപ്പോൾ നമുക്ക് സ്വീകാര്യമല്ലാതെ വരും. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ഏത് കഷ്ടതയും സഹിച്ച്, ഏത് ത്യാഗവും സഹിച്ച്, ഏത് നൊമ്പരവും സഹിച്ച്, ഏത് എളിമപ്പെടുത്തലും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഈ അടിസ്ഥാന ബോധ്യം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും പറയുകയാണ് 1 കൊരിന്ത്യൻസ് 6:19. 1 കൊരിന്ത്യൻസ് 6:19 അവിടെ എന്താ വചനം പറഞ്ഞത് നമുക്ക് നോക്കാം. 1 കൊരിന്ത്യൻസ് 6:19 പരിശുദ്ധാത്മാവിൻ്റെ കിട്ടിയോ? 1 കൊരിന്ത്യൻസ് വായിച്ചേ നിങ്ങൾ. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ കണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എൻ്റെ ശരീരം. ഇത് നമ്മൾ മനസ്സിലാക്കണം.
ചപ്പ് ചവറല്ലിത്. ഈ ശരീരത്തെ നമ്മൾ വിശുദ്ധമായി നമ്മൾ കാണണം. മൊബൈൽ കാണുന്നതും അത് കണ്ടും ബ്ലൂ ഫിലിം കണ്ടും പാപം ചെയ്തും സ്വയംഭോഗം ചെയ്തും സ്വർഗ്ഗഭോഗം ചെയ്തും മദ്യം കഴിച്ചും അതുപോലെ തന്നെ മയക്കുമരുന്ന് കഴിച്ചും നമ്മൾ ഈ ശരീരത്തെ മലിനമാക്കേണ്ടവരല്ല. ഈശോയുടെ ശരീരത്തിലെ അവയവമാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ എത്രമാത്രം പവിത്രമാണ്, വിശുദ്ധമാണ്, പരിശുദ്ധമാണ് ഈശോയുടെ ശരീരം. അതുപോലെ പവിത്രവും പരിശുദ്ധവും വിശുദ്ധവുമാക്കി എൻ്റെ ശരീരത്തെ മാറ്റുമ്പോഴാണ് എനിക്കും പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി എനിക്ക് ജീവിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ ശരീരമാണ് മരിച്ചു കഴിയുമ്പോൾ ഉത്ഥാനത്തിലേക്ക് പോകേണ്ടത്. അതുകൊണ്ടാണ് ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് നമ്മൾ ഏതെങ്കിലും ജീവിതത്തിൽ കറകളോ കടങ്ങളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചതിന് ശേഷമാണ് നമ്മളെ സ്വർഗത്തിലേക്ക് വിടുന്നത്. അതായത് പരിശുദ്ധനായവൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കണമെങ്കിൽ പരിശുദ്ധനായവൻ്റെ പരിശുദ്ധി ശരീരത്തിലും മനസ്സിലും ആത്മാവിലും മനോഭാവത്തിലും ജീവിതത്തിലും നമ്മൾ സ്വീകരിച്ചിരിക്കണം. ജീവിത ശൈലിയിലും നമ്മൾ സ്വീകരിച്ചിരിക്കണം. പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ സ്വീകരിച്ചിരിക്കണം. അതുകൊണ്ട് ശരീരത്തെ നമ്മൾ വിശുദ്ധമായി കാണണം. അങ്ങനെ ശരീരവും മനസ്സും ആത്മാവും പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമായി നമ്മൾ ബഹുമാനത്തോടെ ജീവിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു നോട്ടത്തോൾ തന്നെ അനേക ആത്മാക്കളെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്നത്. അതുകൊണ്ടല്ല സുന്ദര കവാടത്തിലിരുന്ന ആ ജന്മനാ മുടന്തനായ ആ വ്യക്തിയെ സുഖപ്പെടുത്താൻ പത്രോസിനും യോഹന്നാനും സാധിച്ചത് എങ്ങനെയാണ്? ഒരു ദിവസം 9-ാം മണിക്കൂറിൽ അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഒരു ദിവസം 9-ാം മണിക്കൂറിൽ അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി മട്ടുപ്പാവിലേക്ക് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ആ സുന്ദര കവാടം എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിരം കൊണ്ടുവന്ന ഒരു മുടന്തനായ ഒരു വ്യക്തി അവിടെ കൊണ്ടുവന്നിരുത്തും അല്ലേ. അപ്പോൾ അതിൽ പോകുന്നവരോടെല്ലാം ഇയാൾ നേരെ ദയനീയമായിട്ട് ചോദിക്കും. ആ ചോദിക്കത്തില്ല, ഇങ്ങനെ നോക്കുന്നതിൻ്റെ അർത്ഥം എന്താ? എന്തെങ്കിലും എനിക്ക് കിട്ടും, എന്തെങ്കിലും കിട്ടും. അങ്ങനെ പത്രോസും പൗലോസും രാവിലെ പ്രാർത്ഥിക്കാൻ മട്ടുപ്പാവിലേക്ക് പോകുമ്പോൾ ഈ വ്യക്തി ഈ ആരിലേക്ക് നോക്കി? അപ്പോസ്തലന്മാരിലേക്ക് നോക്കി. അവരെന്ത് ചെയ്തു? അവരും അപ്പോസ്തലന്മാരും ഈ മുടന്തനായ വ്യക്തിയുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് സ്വർണ്ണവും വെള്ളിയൊന്നും തരാനില്ല, പക്ഷേ എനിക്ക് നിങ്ങൾക്ക് ഒന്ന് തരാനുണ്ട്. എനിക്ക് തരാനുള്ളത് എന്താണ്? നാസറായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിയ പ്രിയപ്രസാരങ്ങളെ, ഇതേ ഈ വ്യക്തിയെക്കുറിച്ച് പ്രായം പറയുന്നില്ല, എത്ര വർഷമാണ് ദേവാലയത്തിന് മുമ്പിൽ വന്നിരുന്നു എന്ന് പറയുന്നില്ല. എത്രയോ വ്യക്തികൾ ദേവാലയത്തിൽ കയറിപ്പോയിട്ടുണ്ട്. ഒരു വ്യക്തി പോലും, ഒരു കൊച്ചു കുട്ടി പോലും, ഒരു പ്രായമുള്ളവർ ആരും വ്യക്തിയോട് ചോദിച്ചിട്ടില്ല, നീ എന്നോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിക്കുന്നോ? നീ എത്ര വർഷമായി ഈ ദേവാലയത്തിന് പുറത്തിരിക്കുന്നത്? എന്നാൽ ഇന്നും നമുക്ക് ദേവാലയത്തിലേക്ക് കയറാം. ദേവാലയത്തിലാണ് ജീവിക്കുന്ന ക്രിസ്തു വസിക്കുന്നുണ്ട്, നമുക്ക് പോകാം എന്നാരും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴാണ് ഈ പത്രോസും യോഹന്നാനും കൂടെ പറഞ്ഞത്, വാ നമുക്ക് നാസറായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. പത്രോസ് എന്ത് ചെയ്തു? പെട്ടെന്ന് കരങ്ങളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പോൾ തളർന്നു കിടന്ന കണങ്കാലുകൾ ജീവൻ പ്രാപിച്ച് ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് വചനം പറയുന്നത് എന്താണ്? നടന്നും കുതിച്ചു ചാടിയും ഞാൻ ദേവാലയത്തിൽ പ്രവേശിച്ചു അവരോടൊപ്പം. ഹല്ലേലൂയ. എന്നിട്ട് ദേവാലയത്തിൽ പ്രവേശിക്കുക മാത്രമല്ല ചെയ്തത്, വചനത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? അവർ ദൈവത്തെ സ്തുതിച്ചു. ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ കൺവെൻഷന് ഒരുക്കമായിട്ട്, അതായത് ബഹുമാനപ്പെട്ട പട്ടാളത്തിൻ്റെ കൺവെൻഷൻ ഒരുക്കമായിട്ട് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടി ഒരു ഒരുക്ക കൺവെൻഷൻ നടക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏക മനോഭാവം, ഏക ശുശ്രൂഷ എന്ന് പറയേണ്ടത്, എൻ്റെ ആത്മാവിനെ തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിച്ച് യേശുവിനെ നമ്മൾ ശുശ്രൂഷിക്കുന്നവരായി മാറണമെങ്കിൽ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വിശുദ്ധി പാലിക്കണം, കുമ്പസാരിക്കണം, അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. അത് മാത്രമല്ല, എൻ്റെ നോട്ടം വഴി, എൻ്റെ വാക്ക് വഴി, എൻ്റെ പ്രവൃത്തി വഴി നഷ്ടപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ, വിശ്വാസമില്ലാതിരിക്കുന്ന ആത്മാക്കളെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാൻ, അവൻ്റെ ശരീരത്തിൽ സൗഖ്യം വേണേൽ ശരീരത്തിൽ സൗഖ്യം കൊടുക്കാൻ, മനസ്സിന് സൗഖ്യം വേണമെങ്കിൽ മനസ്സിന് സൗഖ്യം കൊടുക്കുവാൻ, മനസ്സ് മുഴുവൻ മുറിവുകൾ, വേദനകൾ, അന്ധകാര ശക്തികൾ, തിന്മയുടെ സ്വാധീനമാണെങ്കിൽ ആ മാനസിക മുറിവുകളിൽ നിന്ന് ഒരു വിടുതൽ കൊടുക്കുവാൻ, അന്ധകാര ശക്തിയുടെ തിന്മയുടെ കെട്ടുകൾ പൊട്ടിക്കാൻ എനിക്ക് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ആലോചിക്കണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഇങ്ങനെ ദേവാലയത്തിന് പുറത്ത് ഈശോയെ കാണാതെ അല്പം പൈസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അത് അതേപടി എടുക്കണമെന്നില്ല. വേറെ ഏതെല്ലാം തരത്തിൽ മനസ്സിന് മുറിവുമായി എൻ്റെ ചുറ്റുപാടും അടഞ്ഞു കിടക്കുന്ന മുറികളിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്. എൻ്റെ ചുറ്റുപാട്, എൻ്റെ കുടുംബത്തിൽ തന്നെ യുവതി യുവാക്കന്മാർ ഈ മാതാപിതാക്കളെ പോലും മനസ്സിലാക്കാതെ, ഈശോയെ അറിയാതെ, കുടുംബ പ്രാർത്ഥനയില്ലാതെ, വചനം വായിക്കാതെ, പള്ളിയിൽ പോലും
പോലും പോകാതെ കുമ്പസാരിച്ചിട്ട് വർഷങ്ങളായി നിൽക്കുന്ന എത്രയോ യുവതി യുവാക്കന്മാരുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ചുറ്റുപാട് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാതെ അയൽവക്കക്കാരോട് സംസാരിക്കാതെ ജീവിക്കുന്ന എത്ര വ്യക്തികളുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൽ ജ്വലിച്ച് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് എനിക്ക് കർത്താവിന് വേണ്ടി അവരെ നേടാൻ എനിക്ക് സാധിക്കുമോ? ഈ ഒരു കൺവെൻഷനുമായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിതകാലം മുഴുവൻ അങ്ങനെ എനിക്ക് മാറ്റിവെക്കാൻ സാധിക്കുമോ? അതിന് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ കുടുംബം എന്ത് ചെയ്യണം? എൻ്റെ മാതാപിതാക്കൾ, മക്കൾ, ഞങ്ങൾ കുടുംബം ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ശുശ്രൂഷകർ ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഞാനായിരിക്കുന്ന ചുറ്റുപാട് ഒരുമിച്ച് എന്ത് ചെയ്യാൻ സാധിക്കും? അങ്ങനെ ഒരു ആത്മാവിൽ ജ്വലിക്കുന്ന ഒരു ക്രിയാത്മക ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷ മേഖലകൾ വിശുദ്ധമുള്ളതായും ശക്തമുള്ളതായും ആത്മാവിൽ ജ്വലിക്കുന്നതായും കർത്താവ് ഏറ്റെടുത്ത് അനുഗ്രഹിക്കുന്നത്. ഉയരട്ടെ, ഉയരട്ടെ. ഹൃദയവും മനസ്സും ആത്മാവും സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വരമുയർത്തി വിളിച്ച് ഈശോയെ എന്ന് വിളിക്കുക. അഭിഷേകം നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. പോരാ പോരാ, ശക്തിയോടെ ഉച്ചസ്വരത്തിൽ എല്ലാ ആത്മാവും വിളിക്കട്ടെ. റൂഹായേ എന്ന് വിളിച്ചേ, റുഹായേ റുഹായേ. അനേക ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് തീക്ഷ്ണത ഒഴുക്കുകയാണ്. അനേക ഹൃദയങ്ങളിൽ മന്ദതയുടെ ശക്തി എടുത്ത് മാറ്റുകയാണ്. തീക്ഷ്ണത കൊണ്ട് ജ്വലിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ജ്വലിച്ച് ആത്മാക്കളെ നേടാനുള്ള വലിയൊരു അഭിഷേകം ഈ സമൂഹത്തിലേക്ക് കർത്താവ് തുറയുകയാണ്. ഇന്ന് വന്നവരും വരാനിരിക്കുന്നവരും വരാൻ സാധിക്കാത്തവരുമായ എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ ശക്തി എടുക്കുന്ന സമയമാണ്. പ്രാർത്ഥിക്കട്ടെ, ഹൃദയം നിറയെ ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ആത്മാവ് നിറഞ്ഞ് ജ്വലിച്ച് ജ്വലിച്ച് പ്രാർത്ഥിക്കട്ടെ. ആത്മാവിൻ്റെ ശക്തി ഇപ്പോൾ എല്ലാ വ്യക്തികളിലേക്കും നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവെ നല്ലപോലെ കരം ഉയർത്തിയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ നമുക്ക് എങ്ങനെ ആത്മാവിൽ ജ്വലിച്ച് ഒരു ഉദാഹരണം ഏതാണ്? ഈ സുന്ദര കവാടത്തിലിരിക്കുന്ന ആ വ്യക്തി, മുടന്തനായ ജന്മനോ മുടന്തനായ വ്യക്തിയെ 10 ദിവസം യോഹന്നാനും കൂടെ കൂടി അവൻ്റെ ശരീരത്തിൻ്റെ കേടുപാടുകൾ, അസ്വസ്ഥതകൾ മാറ്റി അതോടൊപ്പം തന്നെ മനസ്സിന് സൗഖ്യം കൊടുത്ത് ജീവിതത്തിന് പ്രത്യാശ കൊടുത്തു. ശരീരത്തിൽ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നുള്ള ബോധ്യം കൊടുത്തു. നിത്യം സ്തുതിക്കുന്ന ദേവാലയത്തിലേക്ക് ഇവരോടൊപ്പം ദൈവത്തെ സ്തുതിക്കാൻ ഈ കയറ്റിക്കൊണ്ട് പോകാൻ സാധിച്ചു. അതിനുശേഷം അതിനെ പറയുന്ന ഇവനെ വിട്ടുമാറാതെ അവർ അതിനോട് ചേർന്ന് നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ഒരു ഏലീശ പ്രവാചകന്മാരുടെ ജീവിതം നോക്കുക. ഏലിയായാണ് ഏലീശായെ നയിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ഏലിയ ദൈവപുരുഷനാണ്, ഏലീശായും ദൈവപുരുഷനാണ്. അപ്പോൾ ഏലിയ ദൈവപുരുഷനാണെന്ന് ഏലീശായ്ക്ക് മനസ്സിലായതുകൊണ്ട് എന്താണ്, ഈ ഏലിയയുടെ കൂടെ ഏലീശ വിട്ടുമാറാതെ നടക്കുകയാണ്. ഇതാണ് ഒരു ശുശ്രൂഷകൻ്റെ ദൗത്യം. ഒരു ദൈവപുരുഷന് വേറൊരു ദൈവപുരുഷനിലേക്ക് വേറൊരു വ്യക്തിയെ ദൈവപുരുഷനാക്കി മാറ്റാൻ പറ്റും. ഒരു ശുശ്രൂഷന് വേറെ അനേകം വ്യക്തികളെ ശുശ്രൂഷരാക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ദൗത്യം എന്താണ്? ഏലിയായിയുടെ ദൗത്യമാണ്. ഏലീശായെ ദൈവപുരുഷനാക്കി മാറ്റി. എന്നിട്ട് അവസാനം എന്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് കയറിയപ്പോൾ ആ മേലങ്കി ഇട്ടുകൊടുത്തു. ആത്മാവിൻ്റെ ഇരട്ടി തീക്ഷ്ണത ആയിട്ടാണ് ഏലീശ വീണ്ടും തിരിച്ച് ജെറീക്കോയിലേക്ക് പോകുന്നത്. അങ്ങനെ ജെറീക്കോയിലെത്തിയപ്പോൾ അവിടുത്തെ പട്ടണവാസികൾ ചോദിക്കുക, ഏലീശ നിൽക്കവിടെ, നീ അങ്ങോട്ട് പോയതുപോലെ അല്ലല്ലോ ഇപ്പോൾ തിരിച്ചു പോകുന്നത്. നിന്നിൽ ഏലിയായുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കുണ്ടല്ലോ. ആ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വേണം. കാരണം ഞങ്ങളുടെ പട്ടണത്തിൽ ആൾക്കാർ തിങ്ങി പാർക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ജലം മലിനമാണ്, ഞങ്ങൾക്കത് ഉപകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ മലിനമായ ജലത്തെ വിശുദ്ധീകരിച്ച് തരണം. അങ്ങനെ ഈ പട്ടണവാസികൾ ശുദ്ധമായ വെള്ളം കുടിക്കട്ടെ. അപ്പോൾ ഏലീശ എന്താ പറഞ്ഞത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലിയായിൽ നിന്ന് ഒരു ദൈവപുരുഷനായ ഏലിയായിൽ നിന്നും ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വാങ്ങിച്ച് സ്വീകരിച്ച ഈ ഏലീശ ചെയ്തത് എന്താണ്? അവരോട് പറഞ്ഞു, ഒരു പുതിയ പാത്രം കൊണ്ടുപോവാ, അതിനകത്ത് അല്പം ഉപ്പിടണം. അപ്പോൾ അവരെന്ത് ചെയ്തു? പെട്ടെന്ന് പോയി ഒരു പുതിയ പാത്രം വാങ്ങിച്ചു, അല്പം ഉപ്പ് അതിനകത്തിട്ട് ഏലീശയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഏലീശ ആ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് ആ നദിയിലേക്ക് ഉപ്പിട്ടില്ല. ഏലീശ അവിടെ നിന്ന് നടന്നുപോയി ആ ഉറവിടങ്ങളിൽ ഉപ്പിട്ടു. കാരണം എന്താണ്? ഉറവിടത്തിൽ നിന്നാണ് ജലം ഒഴുകുന്നത്. ഒഴുകി വരുന്ന ജലം ആ ഉറവിടത്തിൽ ഉപ്പിട്ടാൽ മാത്രമേ ബാക്കി താഴേക്ക് വരുന്ന ജലം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടുള്ളൂ. നദിയുടെ എവിടെയെങ്കിലും ജലം ഉപ്പിട്ടിട്ട് കാര്യമില്ല. ഉറവിടം ഉപ്പിടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഉറവിടങ്ങളാക്കി മാറ്റിവെച്ചിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയാണ്. എന്തിനു വേണ്ടി? നമ്മുടെ കൺമുമ്പിൽ കണ്ടുമുട്ടുന്ന പാവപ്പെട്ട നമ്മളെപ്പോലെ തന്നെ പലതരത്തിൽ അസ്വസ്ഥകളൊക്കെ ഉള്ള പ്രിയപ്പെട്ട ദൈവമക്കളെ, ബാലന്മാരെ, കൗമാര പ്രായക്കാരെ, യുവാക്കന്മാരെ, മധ്യവയസ്കരെ, പ്രായമായവരെയൊക്കെ അവരിലേക്ക് ദൈവത്തിൻ്റെ വിശ്വാസം പകർന്നു കൊടുത്ത് ഏലിയായെ പോലെ ഏലീശ
ഏലിയായിൽ നിന്ന് എലീശ സ്വീകരിച്ച ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ കൺവെൻഷൻ കൂടുമ്പോൾ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് സ്വീകരിക്കാൻ നമ്മളും ദൈവപുരുഷന്മാരായിട്ട് മാറണം. ആർ യു റെഡി? അപ്പം നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകും ഇവരിൽ, അതായത് ഇവിടുന്ന് പോയപ്പോൾ ഏലീശായിലുണ്ടായിരുന്ന അരൂപിയല്ലിപ്പോൾ. ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നണം, വീട്ടിൽ ചെല്ലുമ്പോൾ കൂടെയുള്ളവർക്ക് തോന്നണം, എൻ്റെ മക്കൾക്ക് സഹോദരങ്ങൾക്കും ജീവിത പങ്കാളിക്കും തോന്നണം, പോയതുപോലെ അല്ല തിരിച്ചു വരുന്നത്. ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവുമായിട്ട് വേണം ഞാൻ വീട്ടിലേക്ക് ചെല്ലാൻ. ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവുമായിട്ട് വേണം അടുത്ത കൺവെൻഷന് വേണ്ടി, അഭിഷേകത്തിൻ്റെ കൺവെൻഷന് വേണ്ടി ഞാൻ കണ്ടുമുട്ടുന്ന ജനത്തെ ഒരുക്കാൻ, അവരിലേക്ക് വിശ്വാസമില്ലാത്ത വ്യക്തികളിലേക്ക് വിശ്വാസം പറഞ്ഞു കൊടുക്കാൻ, തളർന്ന മനസ്സുകളിലേക്ക് പ്രത്യാശ കൊടുക്കാൻ, ആത്മഹത്യാ പ്രവണതയുള്ള വ്യക്തികൾക്ക് അവർക്ക് ജീവൻ്റെ പുതിയ നാമ്പ് കൊടുക്കണമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ഉള്ളിൽ അഭിഷേകത്തിൻ്റെ ശക്തി ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. കരമുയരട്ടെ, കരമുയരട്ടെ. ഏലിയായിൽ നിന്ന് എലീശ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് സ്വീകരിച്ച് വെള്ളത്തെ മലിനമായ വെള്ളത്തെ ശുദ്ധീകരിച്ചെങ്കിൽ, അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാനും ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് സ്വീകരിക്കുന്ന സമയമാണ്. എൻ്റെ ജീവിതത്തിലേക്കും വലിയൊരു ശക്തി ഒഴുകണം. ഇന്ന് നമുക്ക് ചുറ്റും നമ്മുടെ തന്നെ കുടുംബത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ, നമ്മുടെ ഇടവുകളിൽ, നമ്മുടെ ദേശത്ത്, നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ട്, അവിശ്വാസത്തിൻ്റെ കെട്ടുകളുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റാത്ത വ്യക്തികളുണ്ട്, മന്ദതയിൽ കഴിയുന്നവരുണ്ട്, തീക്ഷ്ണത ഇല്ലാത്തവരുണ്ട്, രോഗികളുണ്ട്, തളർന്നവരുണ്ട്, ആത്മഹത്യാ പ്രവണതയുള്ളവരുണ്ട്, കടബാധ്യതയിൽ കഴിയുന്നവരുണ്ട്, വിശ്വാസമില്ലാത്തവരുണ്ട്, രക്ഷയുടെ അനുഭവം ഇല്ലാത്തവരുണ്ട്. ആദ്യകാലങ്ങളിൽ ഈശോയെ അറിഞ്ഞവർ വീണ്ടും ആ രക്ഷ ഉപേക്ഷിച്ചവരുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുണ്ട്, ദൈവസ്നേഹം നിറയാത്തവരുണ്ട്. അവരിലേക്കെല്ലാം ഈശോയുടെ വലിയ സ്നേഹം നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ചങ്കുപൊട്ടി വിളിച്ചേ, പരിശുദ്ധാത്മാവേ വിളിക്കട്ടെ, വിളിക്കട്ടെ, പുതിക്കട്ടെ. ഒരു പുതിയ ഉണർവ്, ഒരു പുതിയ ശക്തി എല്ലാ ഹൃദയങ്ങളിലും നിറയട്ടെ, ജ്വലിക്കട്ടെ, ജ്വലിക്കുന്ന ആത്മാവുകളായി മാറട്ടെ, തീക്ഷ്ണത നിറയട്ടെ. പരിശുദ്ധാത്മാവേ എന്നെ കത്തി ജ്വലിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നെ തീപന്തമാക്കി മാറ്റണമേ, പരിശുദ്ധാത്മാവേ എന്നെ തീപന്തമാക്കി മാറ്റണമേ. ജ്വലിക്കുന്ന ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുവാൻ, വേദനിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ശക്തി പറഞ്ഞു കൊടുക്കാനുള്ള എല്ലാ അഭിഷേകവും നിറയട്ടെ. പ്രാർത്ഥിക്കുന്നു. അനേകം മക്കൾക്ക് കർത്താവ് കൃപ നൽകുകയാണ്, അനേകം മക്കൾക്ക് കർത്താവ് കൃപ നൽകുകയാണ്, തീക്ഷ്ണത നൽകുകയാണ്, ജ്വലിക്കുന്ന ഹൃദയം നൽകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് നൽകുകയാണ്. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശു നല്ലപോലെ കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ്. ഈ കരമടി പോരാ, ഈ അഭിഷേകം മതിയോ? അഭിഷേക കൺവെൻഷൻ അനേക മക്കളെ, തീക്ഷ്ണതയില്ലാത്ത മക്കളെ കൂട്ടിക്കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ. ഒരൊറ്റ വിളിച്ച് ഈശോയെന്ന് വിളിച്ച്. അപ്പോൾ പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഭിഷേകത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിച്ച് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താണ്? മോശയെ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? മോശ കണ്ടിട്ടുണ്ടോ? ജീവനോടെ കണ്ടിട്ടില്ല, അല്ലെ? പടങ്ങളിലൊക്കെ നമുക്ക് സിനിമയിലൊക്കെ പോലെ നമുക്ക് കാണും, അല്ലേ? മൊബൈലിലൊക്കെ. മോശ വലിയൊരു ജനനേതാവാണ്, അല്ലേ? അതായത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ മോശ അങ്ങേയറ്റം കഷ്ടപ്പെട്ടു. അപ്പോൾ ഇസ്രായേലും അമലേക്കിലും തമ്മിലുള്ള യുദ്ധം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേലും അമലേക്കിലും തമ്മിൽ യുദ്ധത്തിൽ. അപ്പം ജോഷുവയുടെ നേതൃത്വത്തിലാണ് യുദ്ധം നടക്കുന്നത്. അപ്പം മോശ എന്ത് ചെയ്തു? ദൈവം കൊടുത്ത വടിയുമായിട്ട് മോശ മലയുടെ മുകളിൽ കയറി. മോശയുടെ കയ്യിൽ ഒരു വടിയുള്ള ആയുധമായിട്ട് അത് ദൈവം കൊടുത്തതാണ്. ഈ വടിയുമായിട്ട് മോശ മലയുടെ മുകളിൽ കയറി. അപ്പോൾ മോശ രണ്ടുപേരെ കൂട്ടുകൊണ്ടുപോയി. അതാരായിരുന്നു? അഹ്റോനും ഹൂറും മോശ കൂട്ടുകൊണ്ടുപോയി. അപ്പോൾ ഈ മോശ എന്ത് ചെയ്തു? മലയുടെ മുകളിൽ കയറിയിട്ട് ചുറ്റുപാടുമുള്ള കാഴ്ച കാണുകയല്ല ചെയ്തത്. പിന്നെ എന്താ ചെയ്തത്? ഈ മലയുടെ മുകളിൽ എന്തുണ്ട് വിശേഷം, എങ്ങനെയുണ്ട്, ജോഷു എങ്ങനെയാണ് താഴെ കിടന്ന് അമലേക്കരുമായിട്ട് യുദ്ധം ചെയ്യുന്നത്, ഈ വിശേഷം കാണാനല്ല കയറിയത്. പിന്നെ എന്ത് ചെയ്തു? മോശയ്ക്ക് മനസ്സിലായി ഇന്ന് വരെ ഇസ്രായേലിൽ ഈജിപ്തിൽ നടന്ന യുദ്ധത്തെക്കാൾ ഭയാനകമായൊരു യുദ്ധമാണ് ഈ യുദ്ധം. അമലേക്കരും ഇസ്രായേലും തന്നെ നടത്തുന്ന യുദ്ധം. അത് സാധാരണ യുദ്ധത്തെ പോലെയുള്ളതല്ല.
തിന്മ അതിശക്തമായി ഉൾപ്രവേശിക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് ത്യാഗത്തോടെ, പരിത്യാഗത്തോടെ, ത്യാഗം ചെയ്ത് തീഷ്ണതയോടെ പ്രാർത്ഥിച്ച് പിശാചിൻ്റെ തലയെ വെട്ടിക്കളഞ്ഞാലേ ഈ യുദ്ധത്തിൽ ജയിക്കാൻ പറ്റും. ഇത് മോശയ്ക്കറിയാം. അതുകൊണ്ടാണ് മോശ മലയുടെ മുകളിൽ കയറിയത്. മലയുടെ മുകളിൽ ഇസ്രായേൽ ജയിക്കാൻ വേണ്ടിയിട്ട് മോശ എന്ത് ചെയ്തു? കരങ്ങൾ നീട്ടിപ്പിടിച്ചു. കുരിശാകൃതിയിൽ കരങ്ങൾ വിരിച്ചു പിടിച്ചു. എന്നിട്ട് ശക്തിയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്ന ആ സമയം പ്രിയ സഹോദരങ്ങളെ, മോശ താഴ്വാരങ്ങളിലേക്ക് നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം വിജയിക്കുക, അമലേക്കിനെ പരാജയപ്പെടുത്തിയ. കുറേ സമയം നമ്മളിങ്ങനെ കൈ വിരിച്ചു പിടിച്ച് വരുമ്പോൾ 2 കൈയും കട്ടുകയായിരിക്കും, അല്ലേ? വേദനിക്കാൻ തുടങ്ങും. അപ്പം മോശയുടെ കൈ 2ഉം താഴാൻ തുടങ്ങി. അപ്പോൾ മോശ ഹൂറും അഹ്റോനും എന്ത് ചെയ്തു? ഒരു കല്ലൊക്കെ ഉരുട്ടി കൊടുത്ത് ആ കല്ലിന്മേൽ മോശയെ ഇരുത്തിയിട്ട് കൈ 2ഉം പൊക്കി പിടിച്ചു. എന്തിനാ പൊക്കി പിടിച്ചത്? മോശയുടെ കൈയുടെ ആ ത്യാഗം അത് അവസാനിക്കരുത്. ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ചാലേ തിന്മയെ ജയിക്കാൻ പറ്റൂ. ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ചാലേ പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന അനേകം ആത്മാക്കളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. യുവതീയുവാക്കന്മാരെയും കൊച്ചുകുട്ടികളെയും മുതിർന്നവരെയും മദ്യപാനത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവരെയും മയക്കുമരുന്നിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവരെയും ഉയർത്താൻ, രക്ഷപ്പെടുത്താൻ ത്യാഗത്തോടെ പ്രാർത്ഥിക്കണം. അപ്പോൾ തിന്മയുടെ യുദ്ധമാണ് താഴെ നടക്കുന്നത്. ജോഷുവയുടെ നേതൃത്വത്തിൽ മോശയ്ക്ക് മനസ്സിലായി. കൈ 2 ഹൂറും അഹ്റോനും ഉയർത്തിപ്പിടിച്ചു. ആ സമയം അവർ വിജയിച്ചുകൊണ്ടിരുന്നു. കൈ താഴ്ന്നുമ്പോൾ ഇസ്രായേൽ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെ ഒരു യുദ്ധം ഈ അഭിഷേകാഗ്നി കൺവെൻഷൻ നടക്കുമ്പോൾ, ജൂൺ 13 നടക്കുമ്പോൾ, അതിന് മുൻപായി ഈ ദിവസങ്ങളിൽ, ഇനിയുള്ള ദിവസങ്ങളിൽ തീഷ്ണതയോടെ ശുശ്രൂഷകരെന്ന നിലയിൽ നമ്മൾ ചെയ്യണം. ചെയ്താലേ കൺവെൻഷനിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വരും. അതിനുവേണ്ടി കടന്നു വരുന്ന മുഴുവൻ മക്കൾക്കും മാനസാന്തരങ്ങൾ, സൗഖ്യങ്ങൾ, വിടുതലുകൾ, പ്രാർത്ഥിക്കാനുള്ള കൃപ, വചനത്തിൻ്റെ അഭിഷേകം, പ്രത്യാശയുടെ കൃപ, വിശ്വാസത്തിൻ്റെ അഭിഷേകം, സഹനങ്ങളെ സ്വീകരിക്കാൻ, പരാതി കൂടാതെ ജീവിതത്തെ കാണാൻ, ജീവിത പങ്കാളിയെ സ്വീകരിക്കാൻ, മക്കളെ ഉൾക്കൊള്ളാൻ, പഠിക്കാൻ, ചെറുതും വലുതുമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ, രക്ഷയുടെ അനുഭവം സ്വീകരിക്കാൻ, ജപമാല ചെല്ലാൻ, കുമ്പസാരിക്കാൻ, അതുപോലെ തന്നെ കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ അതിനൊരു വിശ്വാസമുണ്ടാകാൻ, ശരീരത്തെ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിൻ്റെ അടിമത്തത്തിൽ മൊബൈൽ തോണ്ടി ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയവരും വലിയവരുമായ എത്രയോ വ്യക്തികൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുദിനം കേൾക്കുന്ന ഈ ചരിത്രങ്ങൾ. അങ്ങനെയെങ്കിൽ അതുപോലെ കൊച്ചു കുട്ടികൾക്ക്, യുവതി യുവാക്കന്മാർക്കൊക്കെ വചനം കേൾക്കാൻ മടിയാണ്, മുതിർന്നവർക്ക് മടിയാണ്. എന്തിനാ? അതിനൊന്നും ആവശ്യമില്ലല്ലോ. കുമ്പസാരക്കൂട്ടിലേക്ക് പോകാൻ മടി. അങ്ങനെയുള്ളവരെ തിരിച്ച് ഈശോയുടെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വേദനയോടെ, ത്യാഗത്തോടെ, ഉപവാസത്തോടെ കൈവിരിച്ച് പിടിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ഇവിടെ നൽകുന്ന വചനത്തിൻ്റെ വിഭവം അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ത്യാഗം ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുള്ള കൃപയും ശക്തിയും അതിനുള്ള സന്മനസ്സും അതിനുള്ള പ്രത്യാശയും ഞാനൊരു ത്യാഗം ചെയ്താൽ ഇനി എന്നിലൂടെ ആ ത്യാഗത്തിൻ്റെ ഫലം അനേകം മക്കൾക്ക് ലഭിക്കും എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കേണ്ട, നമ്മൾ തയ്യാറെടുത്ത് വേണം ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാനൊരു മോശയായിട്ട് മാറണം. മലയുടെ മുകളിലേക്ക് കയറി വടിയുമായിട്ടാണ്. നമ്മുടെ കയ്യിൽ കർത്താവ് വടി തന്നിട്ടുണ്ട്. ഏത് വടിയാണ് കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്നത്? ആ വടി എടുത്ത് ഉയർത്തണം. ഏത് വടിയാണ് തന്നിരിക്കുന്നത്? കൂദാശകളുടെ വടി ഇല്ലേ? ഉണ്ടോ? വിശുദ്ധ കുമ്പസാരത്തിന് പോകാൻ 10 പൈസ മുടക്കണോ? കുർബാന അത് സ്വീകരിക്കാൻ 10 പൈസ മുടക്കണോ? മുട്ടിനല്ലേ ദേവാലയങ്ങൾ. എന്നും പോയി നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ കുമ്പസാരിച്ച് ശരീരവും മനസ്സും ആത്മാവും വിശുദ്ധീകരിച്ച് വിശുദ്ധിയോടെ നമ്മൾ സ്വീകരിച്ച് ഉയർത്തിയാൽ, ത്യാഗം ചെയ്താൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം മക്കൾ തെക്ക്, കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ് 4 ദിക്കുകളിൽ നിന്നും ഈ ഭവനത്തിലേക്ക് വരും. അതിന് ഇന്ന് തുടങ്ങണം. ആർ യു റെഡി? കരമുയർത്താൻ മനസ്സാണോ? നിങ്ങളുടെ കേട്ടിട്ട് മിക്കവാറും വല്ലതും സംഭവിക്കും. സ്വരം കേട്ടിട്ട് വല്ലതും സംഭവിക്കും. തീഷ്ണതയുണ്ടോ? സ്വർഗത്തിൽ ചെല്ലും. ഇത്രയും നാൾ ജീവിച്ചിട്ട് ഒരാത്മാവെങ്കിലും സ്വർഗത്തിൽ പോയോ?
ഇത്രയും നാൾ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിട്ട് ഒരാത്മാവിനെയെങ്കിലും ഞാൻ സ്വർഗത്തിൽ വിട്ടോ? ഉറപ്പോടെ പറയാവോ? ഇനി ഉള്ള ജീവനും കൂടെ പോയി. സിസ്റ്റർ വേറെ വല്ലതും പറയാൻ ഇത്രയും നേരം പറഞ്ഞ പോലെ വല്ലതും പറഞ്ഞിച്ച് പോവും എന്നാൽ ചിലരുടെ ചിന്ത. ഒരാത്മാവിലെങ്കിലും സ്വർഗത്തിൽ പോയോ? ഉറപ്പുണ്ടോ? ഉറപ്പ് വേണം. അതുകൊണ്ടാണ് കൊലയാളിയായ ഫ്രാൻസീനിയെ കർത്താവെ കരുണയായിരിക്കണം നേരിൽ കണ്ടിട്ടൊന്നുമില്ല. കൊച്ചു പുണ്യവതി കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് പത്രത്തിലൂടെ കണ്ടതാണ്. പ്രാർത്ഥിച്ച് അവസാനം കുരിശുരൂപം മുത്തി ഈ ഫ്രാൻസീനി കൊലക്കളത്തിലേക്ക് പോയി. പിറ്റേ ദിവസം പത്രത്തിൽ കണ്ടു ഈ ഫ്രാൻസീനി കുരിശുരൂപം മുത്തിയാണ്, ആ വിശ്വാസത്തോടെയാണ് ജീവൻ കൊണ്ടുപോയി സമർപ്പിച്ചത്. അപ്പോൾ കൊച്ചുരസ്യ പുണ്യവതി കുറച്ച് ചെറുപ്പത്തിലെ പറയുകയാണ്, എൻ്റെ ആദ്യ ശിശു സ്വർഗത്തിൽ പോയി. ഞാൻ കരുണയോടെ പ്രാർത്ഥിച്ച് ത്യാഗം ചെയ്ത് കൈ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ച് ആദ്യത്തെ ശിശുവിനെ ഞാൻ സ്വർഗത്തിൽ വിട്ടു. അങ്ങനെ നമുക്ക് ആദ്യത്തെ ശിശു സ്വർഗത്തിൽ പോയോ? നമ്മുടെ ഉദരത്തിൽ ജനിച്ച ശിശുവല്ല, പാപത്തിൻ്റെ അടിമത്തിൽ ജയിച്ചത് ആത്മാവ് നഷ്ടപ്പെടുന്ന അനേക ശിശുക്കൾ ഇന്ന് ലോകത്തിൽ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ സ്വർഗത്തിൽ വിട്ടോ എന്നാണ് എൻ്റെ ചോദ്യം. സ്വർഗത്തിൽ വിട്ടോ? അത് ചെയ്യണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന വടി എന്താണ്? യേശുനാമം. ഈശോയുടെ നാമം നമ്മൾ ഉച്ചരിക്കണം പ്രിയപ്പെട്ടവരെ. ഈശോയുടെ നാമം ഉച്ചരിച്ച് ഈശോ എന്ന ഒരു പ്രാവശ്യം പറയുമ്പോൾ 300 ദിവസത്തെ ദണ്ഡവിമോചനം നമുക്ക് കിട്ടുന്നത്. ഈശോയുടെ നാമം നമ്മൾ ഉച്ചരിക്കുമ്പോൾ അന്തരീക്ഷം മുഴുവൻ ചുറ്റുപാടും, വീടിനകത്തും നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ ദേശം, ഇടവക, ലോകം മുഴുവൻ ഏതെല്ലാം തരത്തിലുള്ള അസ്വസ്ഥതകളാണ് ആ നാട്, സ്ഥലം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടും. ഈശോ മയമാവും, പിശാചിക്ക് കൂട്ടത്തോടെ വിട്ടുപോകും. ഈ ഒരു ബോധ്യം നമുക്ക് വേണം. ഹല്ലേലൂയാ. രണ്ടാമത് ദൈവവചനം, അതൊരായുധമാണ്. ഈ ദൈവവചനം ഉച്ചത്തിൽ വായിക്കണം എല്ലാ ദിവസവും. ഒരു ദിവസം ഒരു മുറിയിലാണെങ്കിൽ പിറ്റേ ദിവസം വേറൊരു മുറിയിൽ ഒരു സെൻറ്റൻസ് വായിച്ചാൽ പോരാ കേട്ടോ. യൂദാസ് തൂങ്ങിച്ചത്തു തീർന്നു പരിപാടി, അതുപോരാ. 3-4 അധ്യായം ഒരു അരമണിക്കൂറെങ്കിലും ഉച്ചത്തിൽ ബൈബിൾ വായിക്കുക. വീട് വിശുദ്ധീകരിക്കപ്പെടും. ആ വചനത്തിൻ്റെ ശക്തി അനേക സ്ഥലങ്ങളിലേക്ക് വ്യാപരിക്കും. അങ്ങനെ നമ്മൾ ദേശാന്തരങ്ങളെ വിശുദ്ധീകരിച്ച് അനേക മക്കളെ കൺവെൻഷന് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ എടുക്കുന്ന ത്യാഗത്തോടെ ചെയ്യുന്ന വചനം വായന ഒരു വടിയാണ്. ഹല്ലേലൂയ. ഒരായുധമാണ്. അത് നമ്മൾ ഉപയോഗിക്കണം. എന്നിട്ട് മലയുടെ മുകളിൽ കയറണം. ഏത് മലയാണ്? നമ്മുടെ അടുത്തുള്ള മലയുടെ മുകളിലല്ല. ഇതെടുത്ത് ഈശോയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ കൃപ ലഭിക്കും. മൂന്നാമത്തതാണ് വിശുദ്ധ കുരിശ്. ഇനി ഇത്രയും വലിപ്പമുള്ള കുരിശില്ലെങ്കിൽ ജപമാലയുടെ അറ്റത്തുള്ള കുരിശേലും കൈപ്പിടിക്കുക. കുരിശ് രൂപം ഇത് രക്ഷയുടെ അനുഭവമാണ്, രക്ഷയുടെ അടയാളമാണ്. ഈ കുരിശെടുത്ത് 4 ദിക്കിലേക്ക് തിരിച്ചു പിടിച്ച് നമ്മൾ പ്രാർത്ഥിച്ചേ വലിയ അനുഭവങ്ങൾ കർത്താവ് നമുക്ക് നൽകും. അടുത്തതാണ് ഈശോയുടെ അമൂല്യമായ തിരുരക്തം. നമ്മൾ ഓരോരുത്തരും തിരുരക്ത കുളത്തിലല്ല, കിണറ്റിലുമല്ല, തിരുരക്ത കടലിലാണ് ഇരിക്കുന്നത്. ഈശോയുടെ തിരുരക്തം അത് മുഴുവൻ സമയവും നമുക്ക് വേണ്ടി ഈശോ ഒഴുക്കിയാണ്. ഏറ്റവും വലിയ അത്ഭുതം, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താ? ഈശോ ഇന്ന് ലോകത്തിൽ ഒരു ദിവസം വിവിധ അൾത്താരകളിൽ 5.5 ലക്ഷം വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത്. ആ 5.5 ലക്ഷം വിശുദ്ധ കുർബാനയുടെ യോഗ്യത എനിക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ കൺവെൻഷൻ ഒരുക്കമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ ഈ സമയത്ത് ഏതെല്ലാം സ്ഥലങ്ങളിലാണ് അൾത്താരകൾ ബലി അർപ്പിക്കപ്പെടുന്നത്. ആ അൾത്താരകളോട് ബലിയോട് ചേർന്ന് അവിടെ ചൊരിയുന്ന ഈശോയുടെ അമൂല്യമായ തിരുരക്തത്തോടും അതോടൊപ്പം തന്നെ അവിടെ വിളമ്പുന്ന ഈശോയുടെ തിരുശരീരത്തോടും ചേർന്ന് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദേശാന്തരങ്ങൾ ലോകം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടും. ഇത് നമ്മളെടുത്ത് ഉപയോഗിക്കണം. നടക്കുമ്പോൾ ഇരിക്കുമ്പോഴും എല്ലാം നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ ഇപ്പോൾ ഈ സമയത്ത് അർപ്പിക്കപ്പെടുന്ന ബലിയോട് ചേർത്ത് ഈ ലോകത്തിലുള്ള 600 കോടി 800 കോടി ജനത്തെ ഞാൻ സമർപ്പിക്കുന്നു. അവരിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഒഴുക്കണമേ. മാനസാന്തരമില്ലാത്ത വ്യക്തികളിലേക്ക്, അവിശ്വാസത്തിൻ്റെ കെട്ടുകൾ പൊട്ടാൻ വിശ്വാസമില്ലാത്ത വ്യക്തികളിലേക്ക്, ജീവിതത്തിൻ്റെ സഹനങ്ങളെ സ്വീകരിക്കാൻ പരാജയപ്പെടുന്നവരിലേക്ക്, വഴക്ക്, കലഹം, അസ്വസ്ഥതയുള്ള കുടുംബങ്ങളിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട സാധനങ്ങളെ, ജീവിതത്തിൽ ഒരു ചെറിയ സഹനം വരുമ്പോൾ, അതായത് ആത്മഹത്യ എന്ന് ചിന്തിക്കുന്നവരിലേക്ക്, ജീവിതത്തിന് ഒരർത്ഥമില്ല, ലക്ഷ്യമില്ല, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികളിലേക്ക് ദൈവസ്നേഹം നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ആരൊക്കെ കരമുയർത്തി വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത്, തിരുരക്തത്താൽ മുദ്ര ചെയ്ത്, അത്ഭുത നാമത്താൽ മുദ്ര ചെയ്ത്, ത്രിത്വ കുടുംബത്താൽ, തിരുക്കുടുംബത്താൽ മുദ്ര ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ അവരിലേക്ക് വലിയ കൃപയൊഴുകാം. കരമുയർത്തി വിളിച്ച് ഈശോയേ എന്ന് വിളിച്ച്
പോരെ ശക്തിയോടെ വിളിച്ച്, അഭിഷേകത്തോടെ വിളിച്ച്, ദൈവനാമത്തിൽ വിളിച്ച്, കർത്താവേ കടന്നു വരുന്ന വലിയൊരു അഭിഷേകാഗ്നി കൺവെൻഷന് വേണ്ടി ഞങ്ങൾ കരയുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ത്യാഗത്തോടെ പ്രാർത്ഥിക്കുവാൻ, ശുശ്രൂഷകരെന്ന് വില കൊടുക്കുവാൻ, ജീവിതം മഹത്വമുള്ളതാക്കുവാൻ, അനേകം മക്കളെ അതിലേക്ക് ആകർഷിക്കാൻ തക്ക വിധത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ ത്യാഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കടന്നു വരുന്ന മുഴുവൻ മക്കളെ അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന് മക്കൾ ദൈവവചനം ആസ്വദിക്കാനുള്ള കൃപ കൊടുക്കണമേ. ഹല്ലേലൂയ. പട്ടാളത്തിലെ ദീപങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയൊഴുക്കണമേ. യേശുവെ നന്ദി. നൽകാൻ പോകുന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും മുൻകൂർ ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവെ ആരാധന. യേശു നല്ലപോലെ കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അടുത്തതാണ് തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിച്ച് ഈശോ കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു മേഖലയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനങ്ങളിൽ നമ്മൾ കാണുന്ന ജെറീക്കോ കോട്ട. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ ഇസ്രായേൽ ജനം കാനാൻ ദേശം ലക്ഷ്യമാക്കി മുൻപോട്ട് പോകുമ്പോൾ അവർക്ക് നേരിടേണ്ടി വന്ന ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു ഈ ജെറീക്കോ കോട്ട. അവർ നേരിട്ടത് എങ്ങനെയാണ്? 6 ദിവസം ഒരു പ്രാവശ്യവും 7-ാം ദിവസം പുരോഹിതരും ജനങ്ങളും കൂടി 7 പ്രാവശ്യവും ജെറീക്കോ കോട്ടയ്ക്ക് ചുറ്റും നടന്ന് വചനം വായിച്ചും ദൈവസ്തുതികൾ ഉരുവിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ച് കുഴലൂതി നൃത്തം ചെയ്തും പാട്ടുപാടിയും ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഉയർന്നു ആ ജെറീക്കോ കോട്ട നിലം പറ്റി. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്തിനാണ് ഞാനിത് നിങ്ങളോട് ഈ ഉദാഹരണം പറഞ്ഞത്? ആ ജെറീക്കോ കോട്ടയൊക്കെ തകർന്നു പോയില്ലേ? ഇസ്രായേൽ ജനം കാനാൻ ദേശത്ത് എത്തിയില്ലേ? പിന്നെ ഇന്ന് എന്തിനാ അതിൻ്റെ പ്രസക്തി എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. ഇന്ന് നമ്മൾ കാനാൻ ദേശത്തെ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്. ഏതാണ് എൻ്റെ കാനാൻ ദേശം? എൻ്റെ കാനാൻ ദേശം സ്വർഗമാണ്. നമ്മളോടൊപ്പം ഇന്ന് ലോകത്ത് ജീവിക്കുന്ന എല്ലാവരും ഈ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അനുദിനം പ്രാർത്ഥിക്കുന്നത്, അനുദിനം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നത്, വിശുദ്ധ കുമ്പസാരം നടത്തുന്നത്, ഓരോ ദേശങ്ങളിൽ കൺവെൻഷനുകൾ നടക്കുന്നത്. നമ്മൾ ഈ ദേശത്തും കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത് സ്വർഗത്തെ ലക്ഷ്യം വെച്ച് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന അനേകം ജെറീക്കോ കോട്ടകൾ, പാപത്തിൻ്റെ കോട്ടകൾ, അവിശ്വാസത്തിൻ്റെ കോട്ടകൾ, സഹനത്തിൻ്റെ കോട്ടകൾ, അതുപോലെ തന്നെ പ്രതിസന്ധികളുടെ കോട്ടകൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിന് ചുറ്റുമുണ്ട്. തിന്മയുടെ കോട്ടകളുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞും അറിയാതെയും അത് നമ്മളെ പലതരത്തിൽ നമ്മുടെ മുൻപിലും ചുറ്റുപാടുമുണ്ട്. ഈ കോട്ടകളെ നമ്മൾ വചനം വായിച്ചും പ്രാർത്ഥിച്ചും സ്തുതിച്ചും എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും, അവസാന ദിവസങ്ങളിൽ 7 പ്രാവശ്യം സാധിക്കുന്ന ഒരു കുടുംബമായിട്ട് ഇവിടെ വന്ന് വെയിലില്ലാത്ത സമയം നോക്കി എപ്പോഴെങ്കിലും ഈ ദേശത്ത് വന്ന് നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് അഭിഷേകം, കുടുംബത്തിന് അഭിഷേകം, ദേശത്തിന് അഭിഷേകം. ആരൊക്കെ ഈ കൺവെൻഷൻ ദേശത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുവോ അവർക്ക് മുഴുവൻ അഭിഷേകം. അതുകൊണ്ട് വചനം പങ്കുവെക്കുന്ന വട്ടാലത്തിന് ടീം അംഗങ്ങൾക്ക് അഭിഷേകം. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ നമ്മളിങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിനി 7 പ്രാവശ്യം ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും 1 പ്രാവശ്യം എങ്കിലും ചെയ്താൽ, ഇല്ലെങ്കിൽ ഈ സ്ഥലത്തെ ലക്ഷ്യം വെച്ച് കുടുംബത്തിലിരുന്ന് പ്രാർത്ഥിച്ചാൽ, ഈ കൺവെൻഷന് വേണ്ടി മാത്രമല്ല നമ്മുടെ തന്നെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ വിട്ടുമാറാൻ, വിശ്വാസത്തോടെ വചനം വായിക്കാൻ, പ്രാർത്ഥിക്കാൻ, മക്കൾ അവർ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം നിലനിൽക്കാൻ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് എത്രയോ വ്യക്തികളാണ് കഷ്ടപ്പാടുകൾ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് സുഖിച്ചാൽ മതി, അപ്പോൾ ഞങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ കഷ്ടപ്പാടുകൾ ഞങ്ങൾക്ക് അനുദിനം ലഭിക്കുന്ന സന്തോഷത്തിനെതിരാണ് എന്നും പറഞ്ഞ് ഡിവോഴ്സ് മേഖലയിലേക്ക് കടന്നു പോകുന്ന എത്രയോ ദമ്പതികളെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കുട്ടികളെ ഗർഭം ധരിച്ച് പ്രസവിക്കുന്നത് അത് ഞങ്ങളുടെ സുഖജീവിതത്തിന് തടസ്സമാണ്, അത് കഷ്ടപ്പാടാണ്, കഷ്ടപ്പാടുകൾ ഞങ്ങൾക്ക് വേണ്ട, ഈ ലോകം തരുന്ന സുഖം മതി എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് ജന്മം കൊടുക്കാൻ തടസ്സം നിൽക്കുന്ന എത്രയോ വ്യക്തികളെ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള പൈശാചിക ചിന്തകളുടെ നമ്മൾ ദൂരെ എറിയാൻ, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെ തകർക്കാൻ, ആത്മീയ മേഖലയിൽ ഉന്നത മേഖലയിലേക്ക് നമ്മുടെ ആത്മീയ ചിന്തകളെ ഉയർത്താൻ ഈ ജെറീക്കോ പ്രാർത്ഥന നമുക്ക് നല്ലതാണ്. അതായത് കൺവെൻഷന് വേണ്ടി മാത്രമല്ല, നമ്മൾക്ക് വിശ്രമിക്കാൻ സമയമില്ല. ഒരു ക്രൈസ്തവന് ഒരു ഇൻ്റർവെല്ലില്ല. ഉണ്ടോ? ഇൻ്റർവെല്ലില്ല. നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇൻ്റർവെല്ലിനും സുഖജീവിതത്തിനും നമ്മൾ സമയം ദിവസം കൊടുത്തപ്പോൾ നമ്മുടെ കുടുംബത്തിൽ കഷ്ടപ്പാടുകളായി. ആ കഷ്ടപ്പാടുകളെ മാറ്റി നിർത്തുക. ഹല്ലേലൂയ. അതുകൊണ്ട് ജെറീക്കോ പ്രാർത്ഥന
അതേത് തരത്തിൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് ചെയ്യാമെന്ന് ശുശ്രൂഷകർ ഒരുമിച്ച് ചിന്തിക്കണം. നിങ്ങൾ കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ ഒരുമിച്ച് ചിന്തിക്കണം. അങ്ങനെ ഈ ദേശത്തെ ലോകത്തെയും മുഴുവൻ നമ്മൾ വിശദീകരിക്കുക. അപ്പോൾ അതായത് ജൂൺ 13 നടത്തുന്ന കൺവെൻഷന് അനേകം മക്കൾ തടസ്സമില്ലാതെ കടന്നു വരും. അപ്പോൾ അനേകം ആത്മാക്കളെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. രോഗികൾ സൗഖ്യം പ്രാപിക്കും. കടബാധ്യതയിൽ കഴിയുന്നവർ, അതുപോലെ തന്നെ നിരാശയിൽ കഴിയുന്നത്, അടിമത്തത്തിൽ കഴിയുന്നതൊക്കെ പ്രത്യാശ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അനേക ശിശുക്കൾക്ക് നല്ല മരണം ലഭിക്കും. അവരുടെ ആത്മാക്കൾ ശക്തിയുള്ളതായി മാറും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ തീക്ഷ്ണത പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി ഏത് ലെവലിൽ നിൽക്കുന്നു? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൊതുകേലും വിട്ടുപോകുന്നുണ്ടോ? അത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു കൊതുകിനെയാലും, എന്നെ കടിക്കുന്ന ഒരു കൊതുകിനെയാലും ദൂരെ അകറ്റാൻ എനിക്ക് മാറ്റുന്നുണ്ടോ? അപ്പോസ്തലന്മാർ രോഗിയുടെ നേരെ നോക്കിയപ്പോൾ അപ്പോസ്തലന്മാരുടെ നിഴലേറ്റപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു. ഒരൊറ്റ നോട്ടത്തിൽ ആ മുടന്തനായ വ്യക്തി സൗഖ്യം പ്രാപിച്ചു. കരങ്ങളിൽ പിടിച്ചപ്പോൾ ആ കണങ്കാലുകൾ ബലം പ്രാപിച്ചു. ഉണ്ടോ? അതുകൊണ്ടല്ല മത്തായി സുവിശേഷം 5:48 പറഞ്ഞ എന്താ? എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും. ഈ പരിപൂർണതയിലാണ് എനിക്ക് സ്വർഗം. ഇത് നമ്മൾ മറന്നു പോകരുത്. ഈ പരിപൂർണത നമുക്ക് ലഭിച്ചാലേ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റുള്ളൂ. അതിനുള്ള ഒരു പരിശീലനമാണ് ഇവിടെ കുറച്ചൊരു കാലഘട്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ലഭിക്കും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്ന ജെറീക്കോ കോട്ടകളെ, ഈ കൺവെൻഷന് തടസ്സമായി നിൽക്കുന്ന പൈശാചിക ജെറീക്കോ കോട്ടകളെ തകർക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, എനിക്കും. ഏറ്റെടുത്തോ? തയ്യാറാണോ? സ്വരം വരുന്നില്ല. അത് ഞാൻ എന്തു ചെയ്യും? വില കൊടുക്കണം, വില കൊടുക്കണം. വില കൊടുത്ത് വിലയുള്ളതിനെ സ്വീകരിക്കണം. മൂല്യമുള്ളതിനെ സ്വീകരിക്കണമെങ്കിൽ കഷ്ടപ്പാടുകൾ ധരിക്കണം. ഹല്ലേലൂയ. ജീവിതം മഹത്വപൂർണ്ണമാകണമെങ്കിൽ സുഖവും സന്തോഷവും ഉപേക്ഷിക്കണം. എത്രമാത്രം കഷ്ടതകൾ, അതായത് ജീവിതം മഹത്വപൂർണ്ണമാകണമെങ്കിൽ ഇന്ന് നിലവിലിരിക്കുന്ന സുഖത്തെയും സന്തോഷത്തെയും എത്രമാത്രം ഞാൻ ഉപേക്ഷിച്ച് വില കൊടുക്കുന്നുവോ അതിനനുസരിച്ചാണ് എൻ്റെ ജീവിതം മഹത്വപൂർണ്ണമാകുന്നത്. അപ്പോൾ ജെറീക്കോ കോട്ട, അതോടൊപ്പം തന്നെ പിന്നെ എന്തു ചെയ്യും? ആദ്യം നമ്മളെന്താ, അമലേക്കൊരുമായുള്ള യുദ്ധം അല്ലേ? മലയുടെ മുകളിൽ കയറണം. ആ സുന്ദര കവാടത്തിലിരിക്കുന്ന ഉടന്തനെ സുഖപ്പെടുത്തിയതുപോലെ ഈശോയുടെ നാമം പറഞ്ഞ് നമ്മളും സുഖപ്പെടുത്തണം. ഇപ്പം നമുക്ക് ആരാധനയ്ക്ക് സമയമായി. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.